Hello my dear friends, welcome to Zero to Infinity Grand Launch by M. Sigma Gokulam. Starting an event with an inspiring words from a legendary figure sets the perfect tone. So let's kick off this grand occasion by hearing from our esteemed chairman, Sri Gokulam Gopalan sir. സുഹൃത്തുക്കളെ, ഈ രാജ്യത്തിൻ്റെ വികസനത്തെ മുന്നോട്ട് നയിക്കേണ്ട എഞ്ചിനീയറിംഗ് മേഖല ഇന്ന് എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരു ശോചനാവസ്ഥയിലാണ്. 9 വർഷം കൊണ്ട് ഇപ്പോൾ 600ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളാണ് പൂട്ടിപ്പോയത്. 6 ലക്ഷത്തോളം സീറ്റുകളാണ് നമുക്ക് ഇല്ലാതായത്. ഇതിനൊരു മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിക്കലല്ല, മറിച്ച് മുന്നിൽ നിന്നൊരു വിപ്ലവം നയിച്ച് അതിൽ വിജയിച്ച് വരവറിയിക്കലാണ് ഗോകുലം ഗ്രൂപ്പിൻ്റെ രീതി. ഞാൻ ഗോകുലം ഗോപാൽ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ഉദ്ഘോഷിക്കപ്പെട്ട ഗുരുവാണ്, ശ്രീനാരായണ ഗുരുവാണ് എൻ്റെ വഴികാട്ട്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് ടീച്ചേഴ്സ്, ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ്, അതായത് എഞ്ചിനീയറിംഗ് വിഷണറീസ്, ഇവരുടെ ഒരു ആർമി തന്നെ ഗോകുലം ഗ്രൂപ്പിൻ്റെ ഉടക്ക് സജ്ജരാണ്. നവംബർ 16 ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായി സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിൻ്റെ തിരി തെളിയുമ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു പുത്തൻ ഉണർവും നിശാബോധവും ആശയങ്ങളും അവസരങ്ങളും ഉണ്ടാവട്ടെ, സുസ്ഥിരമായൊരു പുതുചരിത്രം രചിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. Thank you Gopalan sir. Thank you for your valuable words. They were truly inspiring. നിങ്ങളേവരും കാത്തിരിക്കുന്ന സീറോ ടു ഇൻഫിനിറ്റി ഗ്രാൻഡ് ലോഞ്ചിലേക്ക് നമുക്ക് കടക്കാം. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി അഥവാ ഓഗസ്റ്റ് 15 പുലരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് വെച്ച ആ മഹാരാജ്യത്തിലെ പ്രജകളാണ് നമ്മളൊക്കെ. കഠിനമായ ജയിൽ ശിക്ഷകളും കൂട്ടക്കൊലകളും ബൂട്ടിൽ നിന്ന് കിട്ടിയ ചവിട്ടുകളും ലാത്തിക്ക് കിട്ടിയ അടികളും ഒടുവിൽ വിഭജനമെന്ന അവസാന ആണിയും ഒക്കെ സമ്മാനിച്ച മുറിപ്പാടുകൾ ബാക്കിയാക്കി ബ്രിട്ടീഷ് വിടവാങ്ങിയപ്പോൾ സാമ്പത്തികമായി തകർന്ന, ദാരിദ്ര്യത്തിൻ്റെ പാരമ്യത്തിൽ ഇഴയുന്ന പട്ടിണിപ്പാവങ്ങളുടെയും ഇല്ലായ്മകളുടെയും മാത്രം രാജ്യമായിരുന്നു ഇന്ത്യ. വരാനിരിക്കുന്ന പട്ടിണിയും പരിവട്ടവും ക്ഷാമവും ദുരിതങ്ങളുമൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്ന ആശങ്കയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്ക് പക്ഷേ ഒരു കാര്യത്തിൽ കൃത്യമായ വ്യക്തത ഉണ്ടായിരുന്നു. ഈ രാജ്യം രക്ഷപ്പെടാൻ ഇവിടെ ശാസ്ത്രം വളരണം, എഞ്ചിനീയറിംഗ് വളരണം. ടോപ്പ് പ്രയോറിറ്റിയിൽ അങ്ങനെ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ, IIT ഉണ്ടായി. ആ IIT-കളിൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മുടെ പ്രതീക്ഷയായ ഉത്തരവാദിത്തപ്പെട്ട സമർത്ഥരായ വിദ്യാർത്ഥികൾ അങ്ങനെ പഠിച്ചിറങ്ങുന്നതും എന്നാൽ അടുത്ത വിമാനത്തിൽ കയറി അമേരിക്കയിലും യൂറോപ്പിലും പോയി പുതുജീവിതം നേടുന്നതുമായിട്ടുള്ള കാഴ്ച കണ്ട നാട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായി: എഞ്ചിനീയറിങ്ങിനേക്കാൾ മികച്ചൊരു പഠനം വേറെയില്ല. ഗൾഫിൽ നിന്ന് എണ്ണയും, ജപ്പാനിൽ നിന്ന് കാറുകളും, കൊറിയയിൽ നിന്ന് TV-കളും ഇറക്കുമതി ചെയ്ത അമേരിക്കക്കാർ സമർത്ഥരായ എഞ്ചിനീയർമാരെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യയിൽ അങ്ങനെ എഞ്ചിനീയറിംഗ് ഒരു തരംഗമായി മാറി. ഈ ഒബ്സഷൻ കൂൺ മുളയ്ക്കും പോലെ ഒരുപാട് കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടാവുന്നതിനും രാജ്യം മുഴുവൻ എഞ്ചിനീയർമാരെ കൊണ്ട് നിറയ്ക്കുന്ന അവസ്ഥയ്ക്കും കാരണമായി. ചൈനയിൽ പ്ലാസ്റ്റിക് ഉണ്ടാവുന്നത് പോലെ ഇന്ത്യയിൽ എഞ്ചിനീയർമാർ ഉണ്ടായിക്കൊണ്ടിരുന്നു, ആവശ്യത്തിലും അധികം. ഒടുവിൽ വിലയില്ലാതെ, ശമ്പളമില്ലാതെ, ജോലിയിൽ സംതൃപ്തിയില്ലാതെ കൂടുതൽ എഞ്ചിനീയർമാരും സമൂഹത്തിന് മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി. ഈ എഞ്ചിനീയറിംഗ് ഓവർ പ്രൊഡക്ഷൻ തൊഴിലില്ലായ്മയിലേക്കും ഈ മേഖലയിലെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കും വരെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. ഒരുപാട് യുവാക്കൾ തെരുവിൽ ജോലി തേടി അലഞ്ഞു. അസാമാന്യമായ മാത്തമാറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഉള്ളവർ പോലും എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാൻ പേടിക്കുന്ന നിലയിലേക്ക് ഇന്ന് കാര്യങ്ങളെത്തി. ആസൂത്രണമില്ലായ്മയുടെ പരാജയം പിന്നീട് കൂടുതൽ വെളിവായി വന്നു. 2015-21 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പൂട്ടിപ്പോയത് 1-2 557 എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. അതായത് ഈ രാജ്യത്ത് എഞ്ചിനീയറിംഗ് സീറ്റിൻ്റെ എണ്ണത്തിൽ വന്ന കുറവ് 6.5 ലക്ഷത്തോളമാണ്. പുതിയ കോളേജുകൾ ഇനി വേണ്ടെന്ന് വൈകി വന്ന വിവേകമായി ഒടുവിൽ സാക്ഷാൽ AICTE പറയേണ്ടി വന്നു. നിലവിൽ ബിടെക് ഇരുട്ടിലാണ് എന്ന് തെറ്റില്ലാതെ പറയാം. അറ്റ്ലീസ്റ്റ് കണക്കുകൾ അതാണ് പറയുന്നത്. ഇന്ന് നവംബർ 15 ഈ അസ്തമയത്തിന് ശേഷം പുതിയൊരു ഉദയമുണ്ട്, പ്രതീക്ഷയുടെ ഉദയം. അതിലെനിക്ക് തെല്ലും സംശയമില്ല. ഈ രാത്രി പുലരുമ്പോൾ ഒരു പുതിയ ലൈറ്റ് ഹൗസ് ഈ നാട്ടിലെ എഞ്ചിനീയേഴ്സിന് വേണ്ടി ഉയർന്നു വരും. ആ പ്രകാശ ഗോപുരത്തിന് ഒരു പേരുണ്ട്: M. Sigma ഗോകുലം. പ്രിയ അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഭാവിയെ ഓർത്ത് വലിയ ആകുലതകളും ആശങ്കകളും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ നെഞ്ചിലെ ആ ഭാരം ഇന്ന് ഉരുകി ഇല്ലാതാവുന്ന ദിവസമാണ്. ഇന്ന് ആ സുദിനമാണ് നവംബർ 16 വൃശ്ചികം 1. വ്രതശുദ്ധിയോടെ കറുപ്പുമെടുത്ത് അയ്യപ്പന്മാർ മല ചവിട്ടുന്നത് ജീവിതത്തിൽ മോക്ഷപ്രാപ്തി കിട്ടാനാണ്.
മണ്ഡലകാലം ആരംഭിക്കുന്ന ഈ പുണ്യ ദിവസം നിങ്ങൾ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അക്കാഡമിക് മോക്ഷപ്രാപ്തിയിലേക്കുള്ള വഴി തെളിയിക്കുകയാണ് സീറോ ടു ഇൻഫിനിറ്റി പ്രോഗ്രാം. ഇൻഫിനിറ്റിയിലേക്കുള്ള ആ യാത്ര ഇവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചു മുമ്പ് ഒരു കറുപ്പ് കോട്ട് പണിഞ്ഞ് ഈ പടി കയറി പോകുന്ന ഒരാളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹമാണ് സാക്ഷാൽ മനു എം രാജൻ, എം സിഗ്മ ഗോകുലത്തിന്റെ CEO. ഈ നാട്ടിലെ ഒരുപാട് എഞ്ചിനീയേഴ്സിന് അദ്ദേഹം കൺകണ്ട ദൈവമാണ്. വഴിയറിയാതെ നിലയറിയാതെ ഒക്കെ പകച്ചു നിന്നപ്പോൾ, വഴി തെറ്റിപ്പോയപ്പോഴൊക്കെ ആ മനുഷ്യന്റെ ചുമലിലേറിയാണ് എഞ്ചിനീയറിംഗിലെ കുത്തൊഴുക്കും മലവെള്ളപ്പാച്ചിലും ഒക്കെ അവർ അതിജീവിച്ചത്. ആ മനുഷ്യനെ നമുക്കൊന്ന് പോയി കണ്ടാലോ? ഈ സീറോ ടു ഇൻഫിനിറ്റി പ്രോഗ്രാം എന്താണെന്ന് നമുക്കും അറിയണ്ടേ, നമുക്കും അക്കരെ കിടക്കണ്ടേ? കമോൺ. സാർ, ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം സീറോ ടു ഇൻഫിനിറ്റി പ്രോഗ്രാം എം സിഗ്മ ഗോകുലം ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒരുപാട് പേര് നമ്മുടെ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സീറോ ടു ഇൻഫിനിറ്റി പ്രോഗ്രാം എന്താണെന്നും അതുപോലെ ഇന്നത്തെ ലോഞ്ച് പ്രോഗ്രാമിൽ സാർ എന്തൊക്കെ സർപ്രൈസസ് ആണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞാൽ കൊള്ളാം. എല്ലാവരും കാത്തിരിക്കുകയാണ്. കേരളത്തിലെ എൻജിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഭാവിയിൽ ഒരു ഹിമാലയൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഗ്യാരണ്ടീഡ് കോഴ്സാണ് സീറോ ടു ഇൻഫിനിറ്റി ബാച്ച്. ഇത് വെറും അവകാശവാദമല്ല, ഞാൻ ഒരു പരസ്യത്തിന് വേണ്ടി പറയുന്നതല്ല, എൻ്റെ ഉള്ളു തുറന്നുള്ള സംഭാഷണമാണിത്. ഒരു എൻജിനീയർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് സീറോ ടു ഇൻഫിനിറ്റി. അതായത് ശരിക്കും ഇതൊരു കോഴ്സല്ല, 1000 കോഴ്സിൻ്റെ ഒരു സംഗമം കൂടിയാണ്. ഇതെൻ്റെ സ്വപ്ന പദ്ധതി കൂടിയാണ്. എം സിഗ്മ ഗോകുലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബെസ്റ്റ് എൻജിനീയേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ കൂടാണ്. ആ ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് ക്ഷണിക്കാൻ വന്നിട്ടുള്ളത്. സാർ, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി വളരെ ബൃഹത്തായ ഗംഭീരമായ പ്ലാനുകളാണ് സാർ ഒരുക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇങ്ങനൊരു വെഞ്ചറിലേക്ക്, ഇങ്ങനൊരു പ്ലാനിലേക്ക് സാർ എത്തിയത് എങ്ങനെയാണ്? എത്തിയതല്ലല്ലോ, സാറും നമ്മുടെ ടീമും എല്ലാമായിട്ട് എത്തിച്ചതല്ലേ. ഇങ്ങനൊരു കംപ്ലീറ്റ് കോഴ്സ് കൊടുത്താലേ കുട്ടികൾക്ക് പ്രയോജനമുള്ളൂ. ഇങ്ങനൊരു കാര്യം ചെയ്താൽ മാത്രമേ ഞാൻ ഈ പണിക്കുള്ളൂ എന്ന് പറഞ്ഞത് സാറല്ലേ. അപ്പോൾ സാറ് തന്നെ പറയും. ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന ആൻസർ ചെയ്യാം. കഴിഞ്ഞ 16 വർഷമായിട്ട് എൻജിനീയറിംഗ് കുട്ടികൾക്ക് ഞാൻ ഗേറ്റിനും IESനും എല്ലാം കോച്ചിങ് കൊടുക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. ശരിക്കും ഗേറ്റും IESും മാത്രമല്ല, ഒരുപാട് കുട്ടികൾ വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ ഒരു ദിവസം അല്ലെ 1.5 ദിവസം കൊണ്ട് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. ശരിക്ക് 1000-ഓളം ഗൂഗിൾ റിവ്യൂസൊക്കെ കുട്ടികൾ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര എൻജിനീയറിങ്ങിലെ ടഫായിട്ടുള്ള പേപ്പറാണേലും മനസാറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മതി, ഈസി ആയിട്ട് അദ്ദേഹം പാസ്സാക്കി തരുമെന്ന്. ഈ ഒരു 16 വർഷത്തെ എൻ്റെ അധ്യാപന ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് അതിലെ ലാസ്റ്റ് ഒരു 10 വർഷം ഒരുപാട് വിജയങ്ങൾ, ഒരുപാട് സന്തോഷങ്ങളും കുട്ടികളുടെ ഒരുപാട് അഭിപ്രായങ്ങളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ റിവ്യൂസ് എഴുതുന്ന കണ്ടിട്ട് ഞാൻ തന്നെ കോരിത്തരിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലും അതൊരു സന്തോഷത്തിൻ്റെ കാലഘട്ടം മാത്രമല്ല, വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൂടി ലാസ്റ്റ് 10 വർഷത്തിലുണ്ടായിരുന്നു. ആ ലാസ്റ്റ് 10 വർഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ നല്ലപോലെ പഠിച്ച് പാസ്സാവും, പക്ഷെ ആർക്കും ജോലി കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയെന്നിരിക്കട്ടെ, ആദ്യമേയൊക്കെ ഒരു വലിയ വിജയമായി അവർ കരുതിയെങ്കിലും പിന്നീട് അവരുടെ വർക്ക് പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ തന്നെ ഞാൻ വന്നിരിക്കുന്ന ഫീൽഡ് എൻ്റെ പാഷനല്ല എന്ന് പറഞ്ഞിട്ട് 3 വർഷത്തിന് ശേഷം വീണ്ടും പുതിയൊരു ജോലിയിലേക്ക് നോക്കിപ്പോകുമ്പോൾ അന്നേരം അവർക്ക് അവസരം കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. ഇനി ഇതൊന്നുമല്ലാതെ എൻജിനീയറിങ് എങ്ങനെയും ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരവസരങ്ങളും എന്താണെന്ന് പോലും അറിയാതെ നേരെ വിദേശത്തോട്ട് ചാടുന്ന കുറച്ച് കുട്ടികളുടെയാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എൻജിനീയറിങ്ങിലെ പേപ്പറുകളെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാകും, എന്നിട്ടൊരു ജോലിയില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന കുറേ വിദ്യാർത്ഥികളുടെ കഥകൾ കൂടിയാണ് ആ ലാസ്റ്റ് 10 വർഷം. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് സാർ, 2021 ഏപ്രിൽ മാസം സാർ ഈ ആവശ്യം പറഞ്ഞതും ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലീവ് എടുത്ത് ഇവിടെ വന്നതും പിന്നെ അതുപോലെ അതിനുശേഷമുള്ള 3 വർഷം വളരെ ആഴത്തിലും പരപ്പിലും ആശയസമ്പുഷ്ടമായിട്ടുള്ള ഒരുപാട് വലിയ ഗവേഷണങ്ങളൊക്കെ നടത്തിയതുമൊക്കെ. ഈ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസവും എംപ്ലോയബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട സർവേകൾ, പ്രസക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഇവയുടെ വിശദമായിട്ടുള്ള വിശകലനങ്ങൾ, മാസങ്ങൾ നീണ്ട ഗവേഷണങ്ങൾ, അന്വേഷണങ്ങൾ, പരീക്ഷണങ്ങൾ, അഭിമുഖങ്ങൾ, ഇതെല്ലാം നമ്മൾ നടത്തി. ഒരു നീണ്ട സബരിയായിരുന്നു. അതിനുശേഷം നമ്മൾ വളരെ കൃത്യമായ ഉത്തരങ്ങളിലേക്ക് എത്തി. എഞ്ചിനീയറിംഗിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെ ആയിരിക്കണമെന്ന കാര്യത്തിൽ ഒടുവിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ടായി. മാത്രമല്ല, എഞ്ചിനീയറിംഗിൻ്റെ സാധ്യതകൾക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലെന്നും പുത്തൻ ആശയങ്ങളുടെയും അതുപോലെ ഇൻഡസ്ട്രി ഭീമന്മാർക്ക്, വലിയ കമ്പനികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സ്കിൽസ് സ്വായത്തമാക്കിയ എഞ്ചിനീയർമാരുടെ അഭാവം മാത്രമാണ് ഇവിടുത്തെ പ്രശ്നമെന്നുമൊക്കെ ഞങ്ങൾക്ക് വളരെ 100% ക്ലാരിറ്റിയിൽ ബോധ്യമായി.
കഴിവുണ്ടെങ്കിൽ ഇവിടെ ജോലിയുണ്ട്. സബ്ജക്റ്റിനെ അകംപുറം മനസ്സിലാക്കിയവരാവട്ടെ ഓരോ അവസരങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും തൊഴിലന്വേഷകരാകുന്നതിന് പകരം തൊഴിൽ ദാതാക്കളാവുന്ന കാഴ്ചയും നമ്മുടെ നാട്ടിലുണ്ട്. ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. കൊട്ടപ്പടി മാർക്ക് വാങ്ങി ഭൂരിഭാഗം പേർക്കും എഞ്ചിനീയറിംഗ് വകതിരിവ് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി എന്നൊന്നും ഇല്ലെന്നും ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. നാസ്കോം പോലെയുള്ള സർവേകളും സമാന കൺക്ലൂഷൻസാണ് പങ്കുവയ്ക്കുന്നത്. ചുരുക്കത്തിൽ മാർക്കിന് വേണ്ടി മാത്രമല്ല കുട്ടികളെ തയ്യാറെടുക്കേണ്ടത്, പുസ്തകം മാത്രമല്ല, കോർ സബ്ജക്റ്റ് ഫണ്ടമെൻ്റൽസും മാത്രമല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനപ്പുറത്ത് അവർക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വേണം, ഇന്റേൺഷിപ്സ് വേണം, എംപ്ലോയബിലിറ്റി വേണം, അതുപോലെ ടെക്നിക്കൽ അപ്സ്കില്ലിംഗ് വേണം, ഇൻഡസ്ട്രി റെഡി സ്കിൽസാണ് ഒരുക്കി കൊടുക്കേണ്ടത്, സോഫ്റ്റ് ആൻഡ് ലൈഫ് സ്കിൽസ് വേണം. അപ്പോൾ ഇതൊക്കെ മാർക്കിനേക്കാൾ ആവശ്യമുണ്ട് എന്നും ഇവ കോളേജിൽ നിന്ന് കിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ഇതെല്ലാം എങ്ങനെ ഒരുമിച്ച് ലഭ്യമാക്കും? സംഗതി സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്. ജോബ് മാർക്കറ്റും ഇൻഡസ്ട്രിയും ഒക്കെ മാറുന്നതനുസരിച്ച് മാറുന്ന ലോകത്തിന് ആവശ്യമായ സ്കിൽസ് അവരുടെ കരിക്കുലം നോളജിലേക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പലതും വേണ്ടിവരും. അവിടെയും തീരുന്നില്ല വെല്ലുവിളികൾ. വ്യത്യസ്ത കഴിവുകളുള്ള പല ആപ്റ്റിറ്റ്യൂഡുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു കോഴ്സ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. വൺ സൈസ് സിംപ്ലി വോണ്ട് ഫിറ്റ് ഓൾ. ഇൻട്രസ്റ്റ്, സ്കിൽസ്, ഇൻ്റലിജൻസ്, കോൺഷ്യൻഷ്യസ്നെസ്, എക്സ്ട്രവേർഷൻ, ഓപ്പൺനെസ്, IQ, EQ, എഗ്രിയബിൾനെസ്, ന്യൂറോട്ടിസിസം എല്ലാം പലർക്കും പലതാണ്. ബഹുജനം പലവിധം. ചുരുക്കത്തിൽ ഒരു മരുന്ന് കൊണ്ട് എല്ലാം ശരിയാവില്ല. വേണ്ടത് മൾട്ടിപ്ലി എഫക്റ്റീവ് കോഴ്സസ് ആണ്. ഇങ്ങനെ മൾട്ടിപ്പിൾ കോഴ്സസ് ഹാൻഡിൽ ചെയ്യാൻ വെറുതെ ആരെങ്കിലും പോരതാനും. പ്യുവർ അക്കാഡമീഷ്യൻസിന് കൊടുക്കാൻ കഴിയുന്ന സ്കിൽസിനൊക്കെ പരിധിയുണ്ട്. ഓരോ കോഴ്സിനും അതാത് മേഖലയിലെ എക്സ്പേർട്സ് തന്നെ എത്തണമെന്നും ഞങ്ങളുടെ ഫൈൻഡിങ്സിലുണ്ടായിരുന്നു. വാട്ട് ആൻഡ് വൈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മളുടെ ടീം നന്നായിട്ട് കണ്ടെത്തിയെങ്കിലും ഹൗ എന്ന ചോദ്യം വീണ്ടും ബാക്കിയായി. ഉത്തരങ്ങൾ മുന്നിൽ കാണാൻ കഴിഞ്ഞുവെങ്കിലും ആ പ്രകാശഗോപുരം നമ്മൾ കണ്ടെത്തിയെങ്കിലും സഞ്ചരിക്കാൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട്, വിയർപ്പ് ഇനിയും ഒരുപാട് ഒഴുക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമായിരുന്നു. എളുപ്പത്തിൽ പഠിപ്പിക്കാവുന്ന എന്തെങ്കിലും ട്യൂഷനോ കോച്ചിങ്ങിനോ മാത്രം കൊടുത്തിട്ടേ തൽക്കാലത്തെ ആശ്വാസം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് ജോലിയോ ഭാവിയോ ഒക്കെ സ്ഥിരപ്പെടാതെ വന്നു കഴിഞ്ഞാൽ ആശയേറ്റ് അവർ വല്ല വിഷാദത്തിലേക്കൊക്കെ വീണു പോയാൽ അതൊക്കെ നോക്കി നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഈ സത്യങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തി. അടിമുടി നമ്മളും മാറേണ്ടതുണ്ട്, നമുക്കും തയ്യാറെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും ഒട്ടും എളുപ്പമാവില്ല ട്രാൻസിഷൻസ്. നമ്മുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് സാറിന് സമർപ്പിക്കപ്പെട്ടത്. അതായത് ഒരു കാലത്ത് ഈ എൻജിനീയറിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു അവസര പെരുമഴയുടെ കാലമായിരുന്നു. അതായത് എൻജിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ആൾക്ക് 3-4 ജോലിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അവസ്ഥ അതല്ല. എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു ജോലി പോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാരെ, അല്ലേ എൻജിനീയറിംഗ് പഠിച്ചിട്ട് മറ്റു മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു എൻജിനീയറിംഗ് സ്ഥാപനത്തിൻ്റെ CEO എന്ന നിലയിൽ ഈ ഒരു ഗുരുതര പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണുക, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്കായി എന്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റൂന്ന് ഞാൻ ഉറച്ച തീരുമാനമെടുത്തു. ഇതിൻ്റെ ഭാഗമായി ഞാൻ ഒരുപാട് റിപ്പോർട്ടുകൾ പഠിച്ചു. ഈ റിപ്പോർട്ടുകളെല്ലാം പഠിച്ചതിൻ്റെ ഭാഗമായി എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇതിനു വേണ്ടിയിട്ട് ഒരു നല്ല ടീം രൂപീകരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു ജോലി ഭംഗിയായി ചെയ്യാനായിട്ട് ഞാനൊരാളെ കണ്ടെത്തി. ആളാണല്ലോ എൻ്റെ മുന്നിലിരിക്കുന്ന ചാർലി സാർ. സാർ കഴിഞ്ഞ 3 വർഷമായിട്ട് സാറും സാറിൻ്റെ ടീമും നടത്തിയ ഗവേഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ അതിൽ നിന്ന് കിട്ടിയ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് സാറിനൊന്ന് പറയാമോ? എളുപ്പത്തിൽ പഠിപ്പിക്കാവുന്ന എന്തെങ്കിലും ട്യൂഷനോ കോച്ചിങ്ങോ മാത്രം കൊടുക്കുന്നത് തൽക്കാലത്തെ ആശ്വാസം മാത്രമേ ആവുന്നുള്ളൂ എന്നും അതേ കുട്ടികൾ ജോലിയോ ഭാവിയോ സ്ഥിരപ്പെടാതെ ആശയറ്റ് വിഷാദത്തിലേക്ക് വീണു പോകുന്നതൊക്കെ നോക്കി നിൽക്കേണ്ടി വരുമെന്ന സത്യം നമ്മൾ അപ്പോൾ മനസ്സിലാക്കി. അടിമുടി മാറാൻ നമ്മളും തയ്യാറെടുത്തു. പക്ഷേ അതൊന്നും ഒട്ടും എളുപ്പമാവില്ല. ട്രാൻസിഷൻസ് നമുക്ക് വ്യക്തമായിരുന്നു. ഞങ്ങളുടെ ഇങ്ങനൊരു റിപ്പോർട്ടാണ് സാറിന് സമർപ്പിക്കപ്പെട്ടത്. ബാക്കിയൊക്കെ സാറ് തന്നെ പറയും. ശരിക്കും സാറ് സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ ഇന്ന് എൻജിനീയറിംഗ് മേഖല അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള വ്യക്തമായ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രാക്ടിക്കലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനത്രയും നല്ല ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് തന്നെ അറിയാം, ചില ടീച്ചേഴ്സിനെ നല്ലപോലെ പഠിപ്പിക്കാൻ അറിയാം, പക്ഷേ അവർക്ക് അത്ര വലിയ സബ്ജക്റ്റിൽ നോളജ് കാണുകയില്ല. എന്നാൽ ചില ആൾക്കാരുണ്ട്, നമ്മുടെ കുട്ടികളുടെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുജി എന്നൊക്കെ പറയില്ലേ, ഇൻഡസ്ട്രിയിൽ അത്ര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ, ഭയങ്കര സബ്ജക്റ്റ് നോളജ് ഉള്ള ആൾക്കാർ അവർക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ അറിയത്തില്ലായിരിക്കും. ശരിക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഇത് രണ്ടുമുള്ള ആൾ, അതായത് സബ്ജക്റ്റിൽ വളരെ എക്സ്പേർട്ട് എന്നാൽ വളരെ ലളിതമായി പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ, ഇതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. അങ്ങനെയുള്ള 60ഓളം ആൾക്കാരെ എനിക്ക് ഇതിൻ്റെ പിന്നിൽ അണിനിരത്തണമായിരുന്നു. ശരിക്കും സാറിനറിയാം, സാറ് ശരിക്കും മിലിറ്ററി എൻജിനീയറിംഗ് സർവീസ് ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലി ഉപേക്ഷിച്ചിട്ടാണ് പഠിപ്പിക്കാനുള്ള പാഷനും കൊണ്ട് എം സിഗ്മ ഗോകുലത്തിൽ എത്തിച്ചേർന്നത്.
ശരിക്ക് സാറിനെ പോലുള്ള ഒരാളെ കണ്ടെത്താനായിട്ട് എനിക്ക് 3 വർഷം വേണ്ടി വന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള 60ഓളം ആളെ കണ്ടെത്താൻ എത്ര സമയം വേണ്ടി വരും? ഒരു പക്ഷേ ഇത് ഇമ്പോസിബിൾ ആണോ, അല്ലെ സാറ് കണ്ടെത്തി തന്ന ഈ റിപ്പോർട്ടിലെ പരിഹാരങ്ങൾ പ്രാവർത്തികമാക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് പോലും വരെ ഞാൻ പേടിച്ച്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ചെയ്യാൻ പറ്റാതെ എൻ്റെ പഴയ ജോലി, അതായത് കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കുന്ന, അത് വളരെ സക്സസ്ഫുള്ളാണ്. പക്ഷേ ഒരു ഒരു പവർലെസ് ജോബിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്ന് പോലും ഞാൻ പേടിച്ചിരുന്നു. ഈ മഹാരാജ്യത്തെ ഏറ്റവും മികച്ചവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല. സാറും ഗോപാലൻ സാറും അത് അസാധ്യമായതിനെയാണ് സാധ്യമാക്കിയത്. ഭൂമിയിലെ അധ്യാപക രാജാക്കന്മാർ അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോയിലെ ക്യാമറയ്ക്ക് മുമ്പിലെത്തി അറിവിൽ അഗ്രഗണ്യരും ആവേശത്തിൽ സിംഹങ്ങളും പരീക്ഷാ വിജയങ്ങളിൽ പടക്കുതിരകളുമായവർ നമ്മുടെ അക്കാഡമിക് പ്രോഗ്രാമിൽ എക്സ്പ്ലനേഷൻ്റെ ലാളിത്യം കൊണ്ടും സർഗശക്തിയുടെ അപാരത കൊണ്ടും കവിതകൾ വിരിയിച്ചു. അവർക്കൊപ്പം നമ്മുടെ IT ടീം വികസിപ്പിച്ച AI ടൂൾസ് കൂടി ചേർന്നതോടുകൂടി അത്ഭുതമാണ് പൂവിട്ടത്. അങ്ങനെ 2024 ജൂൺ 9 M-Sigma ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സാക്ഷിയാക്കി നമുക്ക് ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെയും ബാക്കി വന്ന ഡ്രീം പ്രോഗ്രാംസ് ഒക്കെ ചേർത്താണ് ഇന്ന് ഗ്രാൻഡ് ലോഞ്ചിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് ഇനി എന്ത് വേണം സർ? എന്തിനു ഭയപ്പെടണം? അവർക്ക് കിട്ടുന്നത് എത്ര വലിയ അഭയമാണ്. കരിക്കുലത്തിൽ മുമ്പ് എങ്ങും കണ്ടിട്ടില്ലാത്ത സർഗശക്തിയുടെ ആവിഷ്കാരം അവർക്ക് കണ്ടുകൂടെ? മുൻപ് എങ്ങും കേട്ടിട്ടില്ലാത്ത ലാളിത്യത്തിൽ അവർക്ക് പഠിച്ചുകൂടെ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതിശ്രേഷ്ഠ അധ്യാപന ശൈലികളും ഇവിടെ സംഗമിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. എൻ്റെ ശ്രമം ഞാൻ തുടർന്നുവെങ്കിലും വലിയ മുന്നേറ്റമൊന്നും എനിക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല. തോൽവി മണത്ത് ആശയറ്റ് നന്നായി തളർന്ന് സ്വയം അങ്ങനെ സംശയിച്ച് നിന്നപ്പോൾ ഒരു നാൾ എൻ്റെ മുന്നിൽ സാക്ഷാൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ചാരത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷി പറന്നു പൊങ്ങുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അനുഭവിച്ചു. എനിക്ക് ആത്മവിശ്വാസവും പിന്തുണയും ഒരു അച്ഛനെ പോലെ മാർഗനിർദ്ദേശങ്ങളും തന്ന് എന്നെ സർവ്വ സംശയങ്ങളിൽ നിന്നും പൂർവാധികം ശക്തിയോടെ ഉയർന്നു പറക്കാൻ സഹായിച്ച ആ ദൈവത്തിനെ നിങ്ങളും അറിയും, ശ്രീ ഗോകുലം ഗോപാലൻ സാർ. അന്ന് എൻ്റെ എം-സിഗ്മ ഗോകുലമായി മാറി. കരുതലിൻ്റെ ആ തണൽ എൻ്റെ സ്ഥാപനത്തിന് മുകളിൽ ഇരുമ്പിൻ്റെ ചിറക് വിരിച്ച്. അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാം, അദ്ദേഹം ഒരു മനുഷ്യസ്നേഹി മാത്രമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു രക്ഷകൻ കൂടിയാണ്. കേരളം കണ്ട ആ ഏറ്റവും വലിയ വിഷണറി എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഉദിച്ചത് 1000 സൂര്യന്മാരാണ്. ഗോപാല സാർ കൊളുത്തിയ ആ തീ ഞങ്ങൾക്ക് വലിയ ആവേശമായി. എല്ലാവരിലും പ്രതീക്ഷയും പുതുവെളിച്ചവും നിറഞ്ഞ് പിന്നീടൊരു പടയൊരുക്കം തന്നെയായിരുന്നു. പടയൊരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAS-ന് 1ാം റാങ്ക് കിട്ടിയൊരു, UPSC എക്സാംസിൽ റാങ്ക് കിട്ടിയൊരു, മിലിറ്ററി എൻജിനീയറിംഗ് സർവീസ്, ISRO സയൻറ്റിസ്റ്റുകൾ, ഇങ്ങനെയുള്ള എല്ലാ എക്സ്പേർട്ട് മേഖലകളിൽ നിന്നും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ M-Sigma ഗോകുലത്തിൻ്റെ ഓഫീസിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റി. ശരിക്കും പറയാമല്ലോ, ഈ പ്രോസസ്സ് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് ഈ പറയുന്ന ജോലികൾ വരെ അവർ ഉപേക്ഷിച്ച് ഫുൾ ടൈം 0 to ഇൻഫിനിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാമെന്ന് അവർ സംഭവിച്ചു. ഇനി സാർ പറയൂ ബാക്കി കഥ. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റും. ഈ BTech പഠനത്തിനൊക്കെ ശേഷം പലരും പല റൂട്ടിൽ പോകാറുണ്ട്. ജോലി അന്വേഷിച്ച് നടക്കലും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു ചെറുപ്പക്കാരൻ ഇടുക്കിയിലെ സ്വന്തം പറമ്പിൽ ഒരു പ്രൈവറ്റ് ഡാം കെട്ടുന്നു, കോടികളുടെ വിറ്റുവരവ് നേടുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് രാകേഷ് റോയ്. അദ്ദേഹവും സുഹൃത്തുക്കളും അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 2006 ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയവരാണ്. ഇതുപോലെ 2024 സ്റ്റാർട്ടപ്പ് കോൺക്ലേവിൽ ഏറ്റവും മികച്ച സോഷ്യൽ ഇമ്പാക്ടർ അവാർഡ് നേടിയ ശ്രീ വിമൽ ഗോവിന്ദ് എന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം കണ്ടെത്തിയത് മലിനജലത്തിലും സ്യൂവറിലും ഒന്നും മനുഷ്യനെ ഇറക്കാതെ റോബോട്ടിനെ ഇറക്കി എങ്ങനെ ഫലപ്രദമായി ചെയ്യിക്കാം എന്നുള്ളതാണ്. ഇതുപോലത്തെ ചില വ്യക്തികളുണ്ട്. ഇവർ ചെയ്യുന്ന ഒരു മായാജാലമുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് മാത്രം ഇത് സാധിക്കുന്നത്, 99% പേർക്കും ഇത് സാധിക്കുന്നില്ലല്ലോ എന്നൊന്ന് കരുതിയേക്കാം. അതിൻ്റെ കാരണം കൃത്യമായി ഞാൻ പറയാം. അതിൻ്റെ റീസൺ ഈ 99% ആൾക്കാരും കരുതുന്നു BTech-ലെ 4 വർഷവും മുഴുവനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സമയം ചെലവഴിക്കേണ്ടത് BTech സബ്ജക്ട്സ് പാസ്സാവാൻ വേണ്ടി മാത്രമാണെന്നാണ്. അവരെ കൊണ്ട് അതേ കഴിയുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ സബ്ജക്ട്സ് എളുപ്പത്തിൽ പഠിക്കാൻ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മുഴുവൻ സമയവും ഈ സബ്ജക്റ്റിൻ്റെ പുറത്ത് സമയം അനാവശ്യമായി ചെലവഴിക്കേണ്ടി വരുന്നത്. ഒരു വേള
ഈ സബ്ജക്ട്സ് എങ്ങനെയെങ്കിലും എളുപ്പമാക്കി തന്നാൽ നിങ്ങൾക്ക് ഈ സബ്ജക്ട്സിൻ്റെ പുറത്ത് ചെലവഴിക്കുന്ന സമയം ഒരുപാട് ലാഭിക്കുകയും ഒരുപാട് ക്രിയാത്മകമായ മറ്റ് സ്കിൽസ്, ടെക്നിക്കൽ അപ്സ്കില്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കാനും പറ്റും. അപ്പോൾ അത്തരം ഒരു റൂട്ടാണ് സിഗ്മ ഗോകുലം ചൂസ് ചെയ്യുന്നത്. സബ്ജക്ട്സ് ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും ലളിതമായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്കൽ അപ്സ്കില്ലിങ്ങുകൾക്കുള്ള സ്കോപ്പ് കൂടി സിഗ്മ ഗോകുലം നിങ്ങളുടെ മുന്നിൽ വെച്ച് തരികയാണ്. നല്ല സിനിമകളൊന്നും കാണാതെ തന്നെ സിനിമ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ നല്ല കഥയോ കവിതയോ ഒന്നും വായിക്കാതെ ആസ്വാദനത്തിൻ്റെ ലഹരി എന്താണെന്ന് തിരിച്ചറിയാതെ ലിറ്ററേച്ചറൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവിടെ എഞ്ചിനീയറിംഗിൽ വന്ന ഉടനെ തന്നെ ആദ്യ ദിവസങ്ങളിൽ ഒരു സീരീസ് എഴുതുമ്പോൾ തന്നെ നിരാശയുടെ പടികുഴിയിലേക്ക് വീണു പോകുന്നവരുണ്ട്. അക്കരെയാണ് പച്ച എന്നവർ വിചാരിക്കുന്നു, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയുള്ളവരൊക്കെ ഒളിച്ചോടുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആവേശോജ്വലമായ മാജിക്കൽ ക്ലാസ്സുകൾ സിഗ്മ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രയും വേഗം ഈ ക്ലാസ്സുകൾ ഒന്ന് കണ്ടു നോക്കുക, ഒരവസരം കൊടുക്കുക. ഒരു പക്ഷേ അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. നിങ്ങളൊരു എഞ്ചിനീയർ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു പക്ഷേ ഈ ക്ലാസ്സുകൾ കണ്ട ശേഷമായിരിക്കാം. നിങ്ങൾ തീർച്ചയായും ഈ ഒരു അവസരം നിങ്ങൾക്ക് സ്വയം നൽകുക, എന്നിട്ട് സ്വയം പറന്നുയരുക. ക്ലാസ്സുകൾ ഏറ്റവും ലളിതമായി, ഏറ്റവും മനോഹരമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന അധിക സമയങ്ങളിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ അപ്സ്കില്ലിങ്ങൾ ചെയ്യാം. നിങ്ങളുടെ ലൈഫ്, കരിയർ പ്ലാനിങ് ഒക്കെ കെട്ടിപ്പടുക്കുന്നതിൽ ഒരു നിർണായകമായ ഒരു തീരുമാനമായിരിക്കും ഈ ബിടെക് ക്ലാസ്സുകൾ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ രീതിയിൽ അത് പഠിക്കുക എന്നുള്ളത്. നിങ്ങളെ വിജയിപ്പിക്കാൻ ആവശ്യമായതെല്ലാം ഞങ്ങൾക്ക് തരാൻ കഴിയും. നിങ്ങളിലെ എഞ്ചിനീയറെ പരുവപ്പെടുത്താൻ ആർക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടങ്ങളോടെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും മികച്ച മെന്റേഴ്സ് ഇവിടെ റെഡിയാണ്. സങ്കീർണമായ എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സിലൂടെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അവർ നിങ്ങളെ കൈപിടിച്ച് നടത്തും. നിങ്ങളൊരു എക്സ്പെർട്ട് ആവും വരെ ഓരോ കാൽവെപ്പിലും അവർ നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശികളാവും. നിങ്ങൾ പോലും അറിയാതെ എഞ്ചിനീയറിംഗിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോകും. ആസ്വദിച്ച് പഠിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും നിങ്ങൾ തയ്യാറെടുക്കും. ആ വിസ്മയം, ആ മായാജാലം അതെങ്ങനെ ഉണ്ടാവുമെന്നറിയാൻ നമുക്ക് നമ്മുടെ ചീഫ് അക്കാഡമിക് ഓഫീസറായ ശ്രീ രഞ്ജൻ റോയ് സാറിൻ്റെ അടുത്തൊന്ന് പോയി വരാം. കമോൺ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും ഇപ്പോൾ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു, പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ സീനിയേഴ്സൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു അറിവുണ്ടാവും, എഞ്ചിനീയറിംഗ് പഠനം വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ സ്കൂൾ കഴിഞ്ഞ് നേരെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നു. അതിൻ്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ ലേണിംഗ് പ്രോസസ്സ്. അതായത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു അല്ലേ? സ്കൂളിലെ ലേണിംഗ് പ്രോസസ്സും എഞ്ചിനീയറിംഗ് കോളേജിലെ ലേണിംഗ് പ്രോസസ്സും ഡിഫറൻ്റ് ആണ്. എന്താണ് സ്കൂളിലെ ലേണിംഗ് പ്രോസസ്സ്? സ്കൂളിൽ നമ്മൾ അവിടെ എന്താണ് ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ മെമ്മറി സ്കിൽസ് ആണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ അവിടെ നിങ്ങളെ ചെക്ക് ചെയ്യുന്ന അനലിറ്റിക്കൽ സ്കിൽസ് ആണ്. സോ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് അല്ലേ? നിങ്ങൾ ആ മെത്തേഡ് ഫോളോ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും വളരെ ബുദ്ധിമുട്ടായിട്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, പഠിക്കേണ്ട രീതി പഠിച്ചാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിലെ ഏത് കോംപ്ലക്സ് സബ്ജക്റ്റും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട് അല്ലേ? ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു 6 മാസം വേണം അല്ലേ? ഇതാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്ത. പക്ഷേ പഠിക്കേണ്ട രീതി പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് വെറും 4 ദിവസം കൊണ്ട് ഏത് കോംപ്ലക്സ് സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെ ഒരു കോംപ്ലക്സ് സബ്ജക്റ്റ് ഒരു 4 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന്. അതിന് 0 to Infinity ബാച്ച് ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ സിലബസിൻ്റെ ഓർഡറിലായിരിക്കില്ല പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ ഒരു സബ്ജക്റ്റ് എടുത്താൽ അതിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടായിരിക്കും അല്ലേ? ഈ പല ടോപ്പിക്സുകളും തമ്മിലൊരു കണക്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ കണക്ഷൻസ് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം വരും, വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യുന്നത് ഈ സിലബസിൻ്റെ സ്ട്രക്ചർ ഞങ്ങളങ്ങ് മാറ്റും. ഓക്കെ, അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യും. ഓർഡർ ചേഞ്ച് ചെയ്യുന്ന ഗുണം എന്താ? നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഈസിയായി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഓർഡർ നമ്മൾ മാറ്റുന്നു. സോ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താ? നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നു. പക്ഷേ ഇങ്ങനെ പഠിക്കുന്നുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബേസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സിമ്പിൾ യൂസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്നത്. ഏതാണ്? എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റോ ISR പോലത്തെ എക്സാം എഴുതുവാണ്. അവിടെ നിങ്ങൾ ആ എക്സാം എഴുതാൻ അല്ലെങ്കിൽ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണ നോർമൽ കുട്ടികളാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് പഠിക്കേണ്ടി വരും. പക്ഷേ 0 to Infinity ബാച്ചിലെ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ബിടെക് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബേസ് ബിൽഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ആ കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിലായിരിക്കും ഞങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഒരു പഠന രീതി എന്നുള്ളത്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഒരുപാട് സബ്ജക്റ്റ് നിങ്ങൾക്ക് പാടായിട്ട് തോന്നും. ആ സബ്ജക്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ പേപ്പറുകൾ എങ്ങനെയെങ്കിലും പാസ്സാകുക എന്നുള്ളത് അല്ലേ? അങ്ങനെ ഓരോ വർഷം കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ചിന്ത എന്ന് എങ്ങനെയെങ്കിലും ഈ എഞ്ചിനീയറിംഗ് പേപ്പർ ഒന്ന് പാസ്സാക്കുക അല്ലേ? അപ്പം നിങ്ങളൊന്ന് മറുസൈഡും ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സാധ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടുമോ? ഇല്ല. കാരണം നിങ്ങൾ ഫുൾ ടൈം നിങ്ങളുടെ ഈ സബ്ജക്റ്റ് പാസ്സാകുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ചിന്ത. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടത് ബിടെക് പഠിച്ച കുട്ടികൾ മാത്രമല്ല, ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കില്ലുള്ള കുട്ടികളാണ്. അതായത് നിങ്ങൾ ബിടെക് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തും ഡെവലപ്പ് ചെയ്യണം, സ്കില്ലും ഡെവലപ്പ് ചെയ്യണം. ഈ എല്ലാ സബ്ജക്റ്റും പാസ്സാവണമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം? സോ
എംസിഗ്മയുടെ ഫാക്കൽറ്റീസ് എന്നത് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവരും ഏത് കോംപ്ലക്സ് സബ്ജക്ട്സിനെയും വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നവരുമാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ബാക്കി വരുന്ന മുഴുവൻ സമയവും നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാം. ഒന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ കണ്ടു, രണ്ടാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ 2 ചെണ്ടുമല്ലി കണ്ടു. ഇങ്ങനൊരു പാട്ട് നമ്മൾ കൊച്ചിലെ മുതൽ ഒരുപാട് കേൾക്കുന്നതാണ്. എന്നാൽ മൂന്നാം നാൾ നാസയിൽ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ ഒരു പ്ലാനറ്റ് തന്നെ കണ്ടെത്തിയ 17 വയസ്സുകാരൻ വൂൾഫ് കുക്കിയറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 17-ാം വയസ്സിൽ വൂൾഫ് കുക്കിയർ സാധിച്ചെടുത്തത് ഒരുപാട് ശാസ്ത്രജ്ഞരുടെ തലമുറകളുടെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ അദ്ദേഹം 17-ാം വയസ്സിൽ ഇന്റേൺഷിപ്പിന് പോയി കണ്ടെത്തിയ ഈ നേട്ടം, ഇത് ഇന്റേൺഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യുണീക്ക് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. നമ്മുടെ നാട്ടിൽ ഈ ഇന്റേൺഷിപ്പുകളും ഇൻഡസ്ട്രിയൽ വിസിറ്റുകളും ഒക്കെ ഒരു കോമഡിയാണ്. ഇതൊന്നും കാര്യമായി ഗൗരവമായി ഒന്നും ആരും ചെയ്യാറില്ല. ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന പേരിൽ ഊട്ടിയിലും മണാലിയിലും കൊടൈക്കനാലും ഒക്കെയാണ് കുട്ടികൾ പോകാറുള്ളത്. എന്നാൽ എംസിഗ്മ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേൺഷിപ്പുകൾ അങ്ങനെയല്ല. എംസിഗ്മ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങുകളും ഇൻഡസ്ട്രിയൽ വിസിറ്റുകളും അങ്ങനെയല്ല. ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഏരിയകളിൽ ഏറ്റവും സങ്കീർണമായ ശാസ്ത്ര തത്വങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങുകൾ, ഇന്റേൺഷിപ്പുകൾ. ഇനി മറ്റൊരു 17-കാരൻ്റെ കഥയുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് കോളേജിലെ അഡ്മിഷൻ വേണ്ടെന്ന് വെച്ച് പഞ്ചാബിലെ ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ബിടെക് പഠിക്കാൻ പോയപ്പോൾ യാസിർ എന്ന മലപ്പുറംകാരന് കൃത്യമായ ഒരു കരിയർ പ്ലാൻ ഉണ്ടായിരുന്നു. നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പഞ്ചാബിലെ കോളേജിലെ എണ്ണമറ്റ ടെക്നിക്കൽ ഈവൻസും അവിടെ സ്ഥിരമായിട്ട് എത്തുന്ന മൾട്ടിനാഷണൽ കമ്പനി സിഇഒമാരെയും സ്റ്റാർട്ടപ്പ് ഓണ്ടർപ്രണേഴ്സിനെ ഉന്നം വെച്ചായിരുന്നു യാസിറിൻ്റെ ആ നീക്കം. ആ ആവേശം തന്നിലേക്ക് ആവാഹിക്കണമെന്നും ഇൻഡസ്ട്രിക്ക് ആവശ്യമായ സ്കില്ലുകൾ എന്തെന്ന് വ്യക്തത ഉണ്ടാവണമെന്നും ആ സ്കില്ലുകൾ നേടിയെടുക്കണമെന്നും ആ ചെറുപ്പക്കാരൻ 17-ാം വയസ്സിൽ തീരുമാനിച്ച് നടപ്പിലാക്കിയെങ്കിൽ അവൻ പഠിച്ചിറങ്ങിയപ്പോൾ അവന് 3 കോടിയുടെ റെക്കോർഡ് പ്ലേസ്മെന്റ് കിട്ടിയത് ഒരിക്കലും ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നില്ല, അത് കൃത്യമായ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു. എക്സാക്ട്ലി അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ അടിവരയിടേണ്ട തിരിച്ചറിവ്. അത്തരം ഒരു സ്ട്രാറ്റജിക്ക് നിങ്ങൾ കേപ്പബിൾ ആണെങ്കിലും അല്ലെങ്കിലും എംസിഗ്മയ്ക്ക് ഞങ്ങളുടെ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടി എക്സ്ക്ലൂസീവായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവും, സ്ട്രാറ്റജീസ് ഉണ്ടാവും. നിങ്ങളുടെ കഴിവിനും താല്പര്യത്തിനും ജോബ് മാർക്കറ്റ് ഡൈനാമിക്സിനും അനുസൃതമായിട്ട് ഏറ്റവും യോജിച്ച ആ യുണീക്ക് പ്ലാൻ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തി നൽകും. കോളേജോ കരിക്കുലമോ നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ മാർക്കിന് വേണ്ടി പഠിക്കുന്ന പോലെ അല്ല ഇൻഡസ്ട്രിയിൽ പോയി ജോലി അന്വേഷിക്കുന്നത്. യൂണിവേഴ്സിറ്റി അല്ല നിങ്ങൾക്ക് ജോലി തരുന്നത് എന്നതുകൊണ്ട് തന്നെ നാളെ ഒരു ജോലി വേണമെങ്കിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. ഒരു ഉദാഹരണം പറയട്ടെ. യൂണിവേഴ്സിറ്റിയിൽ ഫുട്ബോൾ അഥവാ കാൽപന്ത് കളി എന്ന വിഷയത്തിൽ PhD എടുത്ത മാർക്കുകളും റാങ്കുകളും ഒരുപാട് വാരിക്കൂട്ടി ഒരു പണ്ഡിതൻ ആ ഒരൊറ്റ യോഗ്യതയിൽ പന്ത് തട്ടാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ എങ്ങനെയിരിക്കും? ഉളുക്കും ചതവുമായിട്ട് നിമിഷങ്ങൾക്കകം കൂടാരം കയറാം. ഗ്രൗണ്ട് പലവട്ടം ഓടി വലം വെച്ച് എതിരാളികളെയൊക്കെ കളിപ്പിച്ച് കാണികളെയൊക്കെ ത്രസിപ്പിച്ച് ഗോൾ അടിക്കാൻ ആ കരിക്കുലം പണ്ഡിതന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. കളിക്കളത്തിൽ ചോര നീരാക്കി ബുദ്ധിയും ശക്തിയും ഒക്കെ പേശികളിൽ ആവാഹിച്ച് ചടുല നീക്കങ്ങൾക്ക് കഴിവുള്ള നിത്യ അഭ്യാസികൾക്കല്ലേ അതിന് പറ്റൂ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയുടെ ഗതിവിഗതികൾ, ഉയർച്ച താഴ്ചകൾ, പുത്തൻ ആശയങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ ഇവയൊക്കെ അറിയാതെ കുറച്ച് മാർക്ക് മാത്രം നേടി ആ വാതിൽ ചെന്ന് മുട്ടിയാൽ അടുത്ത നിമിഷം ആഞ്ഞു കൊട്ടി അടയ്ക്കപ്പെടുന്നത് ആ വാതിലുകൾ മാത്രമായിരിക്കില്ല, നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ കരിയറും കൂടി ആയിരിക്കും. മികച്ച പ്ലേസ്മെന്റ്സ്, ജോലി ഒക്കെ നേടാൻ എംസിഗ്മ ഗോകുലം നിങ്ങൾക്ക് ഇന്റേൺഷിപ്സ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ടെക്നിക്കൽ അപ്സ്കില്ലിംഗ്, സോഫ്റ്റ്വെയർ ട്രെയിനിങ് എന്നിവ ടോപ്പ് നോച്ച് കമ്പനികളിൽ നിന്നും പ്രഗത്ഭരായ പ്രൊഫഷണൽസിൽ നിന്നും പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് തരുന്നു 0 to Infinity പ്രോഗ്രാമിലൂടെ. ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നത് എംപ്ലോയബിലിറ്റി എന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഒരേ സമയം ഗംഭീര അധ്യാപകർ കൂടിയായ ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സ് തന്നെയാവും ഈ സെക്ഷൻസ് ഹാൻഡിൽ ചെയ്യുക. അവരോളം വലിയൊരു കളരി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുകയുമില്ല. ഞാൻ മുൻപേ പറഞ്ഞിരുന്നു, ബിടെക് പാസ്സാവലാണ് ഏറ്റവും വലിയ മിഷൻ എന്ന ലോവർ എയിമിൽ നിങ്ങൾ സെറ്റിലായാൽ അതൊരു ട്രാപ്പ് തന്നെയാണ്. നിങ്ങളുടെ ബുദ്ധിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻസൾട്ടാണ്. പലരും വലിയ ഭാഗ്യമായിട്ട് കാണുന്ന എന്നാൽ നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റാൻഡേർഡായി പോകാനിടയുള്ള മറ്റൊരു കാര്യം പ്ലേസ്മെൻ്റ് ആണ്. സ്വയം ചെറുതാവാൻ ആഗ്രഹിക്കാത്ത, അംബീഷ്യസ് ആയിട്ടുള്ള, വളരാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ റൂട്ട് വേറെയാണ്, വേറെ ലെവലാണ്. ദീർഘവീക്ഷണമുള്ള അവരുടെ കാഴ്ചയിൽ പ്ലേസ്മെൻറ്റും മറ്റൊരു ട്രാപ്പാണ്. 21-ാം വയസ്സിൽ പ്ലേസ്മെൻറ്റിൽ തീർക്കാനുള്ളതാണോ നിങ്ങളുടെ ഊർജ്ജവും സ്വപ്നങ്ങളും എന്ന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. പ്ലേസ്മെൻറ്റിനും മേലെ ഉയരാൻ നിങ്ങൾക്ക് കഴിയണം. സെക്കൻഡ് ഇയർ മുതൽ ദിവസവും 1 മണിക്കൂർ ഗേറ്റ് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. മലയാളിയായ ലോക പ്രശസ്ത അക്കാഡമിഷ്യൻ, 2 കമ്പനികളുടെ സ്ഥാപക ശ്രീമതി നികിത ഹരിയുടെ യാത്ര ഒന്ന് കേട്ടു നോക്കൂ.
വടകര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ബിടെക്, SRM ചെന്നൈയിൽ നിന്ന് MTech, കേംബ്രിഡ്ജിൽ നിന്ന് PhD, ഓക്സ്ഫോർഡിൽ നിന്ന് പോസ്റ്റ് ഡോക്. 2020 ടോപ്പ് 50 വുമൺ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ UK ലിസ്റ്റിൽ സ്ഥാനം നേടിയ മലയാളിയാണ് മലയാളി പുളിയല്ലേ. 1999 വേൾഡ് കപ്പിലെ നിർണായകമായ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ മത്സരത്തിൽ ക്യാച്ച് മിസ് ചെയ്ത ഗിബ്സനോട് സ്റ്റീവോ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ താഴെ ഇട്ടത് ഒരു ലോകകപ്പാണെന്നാണ്. ബിടെക് കാലത്ത് ഗേറ്റ് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന എല്ലാവരോടും ഇതേ പറയാനുള്ളൂ. ലോകപ്പോളം വലിയ അവസരങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഗേറ്റ് പ്രിപ്പറേഷൻ്റെ മാറ്റുലി എത്രയോ കാലങ്ങൾ അപ്പുറത്തും എത്തുന്നു. ഇന്ത്യയിലെ മഹാരത്ന കമ്പനികൾ IOCL, BPCL, HPCL, ബെല്ല്, സെയിൽ, ഗെയിൽ, NTPC, കോൾ ഇന്ത്യ ലിമിറ്റഡ്, പവർ ഗ്രിഡ്, ഇങ്ങനെ 250-ലധികം PSUs, ഉയർന്ന ശമ്പളം, സ്കോളർഷിപ്പ്, IITയിൽ MTech, IITയിൽ PhD, തീർന്നില്ല. ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ ഗേറ്റ് വഴി അഡ്മിഷൻ, IITയിലും വിദേശത്തും MS പ്രോഗ്രാം, MBA പ്രോഗ്രാം, കൂടാതെ ഗേറ്റ് എന്ന മദർ സിലബസ് അഥവാ സൂപ്പർ സെറ്റിന് സബ്സെറ്റായിട്ട് വരുന്ന SSC, PSC, RRB തുടങ്ങിയ ആയിരക്കണക്കിന് ടെക് പരീക്ഷകൾക്ക് സൈമൾട്ടേനിയസ് പ്രിപ്പറേഷൻ എല്ലാം ഗേറ്റ് തരുന്ന പെർക്സ് ആണ്. ഇതൊന്നും നിങ്ങളെ ത്രസിപ്പിക്കുന്നില്ല എങ്കിൽ IIT ബോംബെ എന്ന ഒരൊറ്റ ക്യാമ്പസ് മാത്രം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. മായിക ലോകമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, പ്ലേസ്മെൻറ്റ് ആയിക്കോട്ടെ, പാക്കേജസ് ആയിക്കോട്ടെ, സ്കോളർഷിപ്പ് ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും. എന്തിനധികം പറയുന്നു, ടെക് ഫെസ്റ്റ് പോലും എത്രയോ പ്രൗഢഗംഭീരമാണ്. എത്രയോ അപൂർവതകളും ആഡംബരങ്ങളും ആശയസമ്പുഷ്ടവുമാണ്. അവസരങ്ങളുടെ പെരുമഴക്കാലം ആ നടുമുറ്റത്ത് എന്നും പെയ്തുകൊണ്ടിരിക്കുന്നു. മുൻ റിസർവ് ബാങ്ക് ഗവർണർ ശ്രീ രഘുറാം രാജനും മുൻ IAS ഓഫീസർ ശ്രീ രാജു നാരായണസ്വാമിയും ഒക്കെ പഠിച്ച IITകളിൽ ലോകം മുഴുവൻ അസൂയയോടെയും ഏറെ ബഹുമാനത്തോടെയും കാണുന്ന ആ IITകളിൽ നിങ്ങൾക്കും പഠിക്കാം, പുതിയ അവസരങ്ങൾ കണ്ടെത്താം, അതിലേറെ അവസരങ്ങൾ സൃഷ്ടിക്കാം. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് അഥവാ ഗേറ്റ്, ഈ യുണീക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് M-Sigma ഗോകുലം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്, അത് നമുക്കൊന്ന് അറിയണ്ടേ? അതിന് സാക്ഷാൽ ഗേറ്റ് ഉസ്താദ്, ഇന്ത്യ മഹാരാജ്യത്ത് ഗേറ്റിന് ഒരുപാട് സിംഗിൾ ഡിജിറ്റ് റാങ്ക് വാങ്ങിയ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ പ്രിയപ്പെട്ട ഗുരുവായിട്ടുള്ള ഗേറ്റ് ശേഖർ സാറിന് അടുത്ത് തന്നെ നമുക്ക് പോകാം. Hi students, this is Sekhar. I am from M-Sigma Gokulam, Academic Director of the GATE. And many students across India fondly call me as a GATE Sekhar because I have got a GATE experience of around 30 years, which is much more than your age. And in all these 30 years, I have worked across India in the biggest corporate institutes located at Hyderabad, Delhi, Chennai, Mumbai, and even Calcutta. And having got so much of experience, I joined this M-Sigma Gokulam because I found that the management of M-Sigma Gokulam is very much passionate about giving the coaching for the competitive examinations like GATE and IES, etc. So that is how I joined this M-Sigma Gokulam. Here I am looking after the GATE coaching as an academic director. And me and my team have designed a unique program for the GATE coaching which will definitely blend the regular BTech tuition coaching along with the GATE coaching simultaneously, hand in hand, so that any student who joins this program would be able to prepare the simultaneously BTech coaching subjects, and at the same time you would also be having the confidence in preparing for the GATE right from the second year. In fact, in this program, which is of unique nature, even an average student also, when he joins this program, by the time he comes out of the third year, the student will be confidently facing the GATE examination so that he can get the best score. And with that best score, you would be able to join any public sector examination, public sector unit, or even you would be able to face any competitive examinations conducted at the state level and as well as the central level. In fact, the faculty which we have, in fact, I myself have got the 30 years experience, and the team which I have got good academic experience and as well as the industrial experience. With all these experience, all the team members would be able to provide the best coaching for the GATE and as well as for the BTech tuition courses. ആയിരത്തി 1969 മഹാനായ ശ്രീ വിക്രം സാരാഭായ് ആരംഭിച്ച ഇന്ത്യയുടെ അഭിമാനമായ റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്ന് പറയുന്നത് ഇന്നത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്ന ലോകമാണ്. ISRO മാത്രമല്ല, DRDO, ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിലൊക്കെ
ഉള്ള ഓപ്പർച്യൂണിറ്റീസ് റിക്രൂട്ട്മെൻറ്റിലേക്കൊക്കെ നമുക്ക് കുട്ടികളെ തയ്യാറെടുക്കാൻ എംസിഗ്മ നടത്തുന്ന പ്രോഗ്രാം ISRO പ്രോഗ്രാം, അതിന് ചുക്കാൻ പിടിക്കുന്ന മറ്റാരുമല്ല ISROയിലെ തന്നെ G ലെവൽ സയൻറ്റിസ്റ്റ് ആയിരുന്ന ശ്രീ രംഗനാഥൻ സാറാണ്. അദ്ദേഹം മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറിൻ്റെ ടീമിലെ നിറസാന്നിധ്യമായിരുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമാണ്, അനുഗ്രഹമാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ISRO പ്രോഗ്രാമിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. കമോൺ. Hello friends, I am Dr. Ranganathan and I have 39 years industrial and academic research experience at ISRO. Okay, as you are aware, ISRO is a prestigious organization in India and they recruit people every year, around 300 posts as scientists and engineers at the beginning of their career. Okay, coming to this ISRO exam, it is a simple technical exam followed by very tough interview, right? 50% of weight is given for exam and 50% for the interview. Okay, interview as I told earlier, slightly it will be tough. Okay, coming to the M Sigma Gokulam, we are having a talented, energetic faculty team to help you people. Right. Our many faculty members are having industrial experience, which will definitely help you people to clear the exam. So basically, this ISRO exam requires basic fundamentals you people should be very strong, which we can definitely provide. But one unique activity in M Sigma is we are giving proper guidance for the interview also. My 39 years experience at ISRO, definitely I can help you people to clear the exam as well as the interview. Good luck, friends. ഇന്ത്യയിൽ ബിടെക് പാസ്സായ ശേഷം ഒരു എഞ്ചിനീയർക്ക് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ഗവൺമെൻറ് പോസ്റ്റ് ഏതെന്ന് അറിയാമോ? അതാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ്. ആ പോസ്റ്റിലേക്ക് എത്തിയ ഒരു മലയാളിയെ നിങ്ങൾ അറിയും, അതാണ് സാക്ഷാൽ E. ശ്രീധരൻ. അദ്ദേഹം മെട്രോമാൻ ആവുന്നതിന് വളരെ മുൻപ് അദ്ദേഹം ഒരു IAS ഓഫീസറായിരുന്നു. എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം പാസ്സായ ശേഷമാണ് ഒരാൾ IASലേക്ക് എത്തുക. ഈ പ്രോഗ്രാം M Sigma ഗോകുലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും പ്ലാനിങ്ങും ഒക്കെ CEO മനു M. രാജൻ സാറിൽ നിന്ന് നമുക്ക് കേൾക്കാം. വരൂ. M Sigma IAS പ്രോഗ്രാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഇന്ത്യൻ എഞ്ചിനീയർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ പോസ്റ്റാണ് ഈ IAS എന്ന് പറയുന്നത്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. അപ്പോൾ അതിൻ്റെ എക്സാമിനും അതിൻ്റേതായിട്ടുള്ള ടഫ്നെസ് ഉണ്ട്. അതിൽ കോച്ചിങ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ തന്നെ 1ാം റാങ്ക് മേടിച്ചിട്ടുള്ള ആൾക്കാരെയും കൊണ്ടാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്യിച്ചിട്ടുള്ളത്. നമ്മുടെ സാറിൻ്റെ 1ാം റാങ്കിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ IASൻ്റെ ഒരു 1200-ൽ ഒരു 500-600 മാർക്കാണ് 1ാം റാങ്ക് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഇന്ത്യയിൽ IAS എക്സാം നടക്കുന്നു. എല്ലാ 1ാം റാങ്കുകാരും 2ാം റാങ്കുകാരും ഈ 500-600 മാർക്കിലാണ് മേടിക്കുന്നത്. എന്നാൽ നമ്മുടെ ടീച്ചറിന് 1200-ൽ 900 മാർക്ക്, അതായത് ഇന്ത്യൻ UPSCയുടെ IAS എക്സാമിൻ്റെ ചരിത്രത്തിൽ റെക്കോർഡ് മാർക്ക് മേടിച്ച സാറാണ് നമ്മുടെ മെയിൻ ISCയുടെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് കോച്ചിങ്ങിൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന് സിംഗിൾ ഡിജിറ്റ് റാങ്ക് മേടിച്ചിട്ടുള്ള 6 ആൾക്കാരാണ് നമ്മുടെ ഫുൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പഠിപ്പിക്കുന്ന അതേ രീതിയിൽ പഠിച്ചാൽ ശരിക്കും വെറും 21ാമത്തെ വയസ്സിൽ അവർ വർക്ക് ചെയ്യാൻ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ കമ്മീഷന്, റെയിൽവേസ്, ഡിഫൻസ് സർവീസ്, നേവൽ ആർമമെൻറ്റ്, പവർ എഞ്ചിനീയറിംഗ് സർവീസ്, ജിയോളജിക്കൽ സർവീസ് തുടങ്ങി രാജ്യത്തിലെ പ്രമുഖമായ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 21ാമത്തെ വയസ്സിൽ നിങ്ങൾ ഏറ്റവും മേജർ പോസ്റ്റിലേക്കായിരിക്കും അപ്പോയിൻ്റ് ആകാൻ പോകുന്നത്. ശരിക്ക് അതായത് ഒരു ഇന്ത്യൻ എഞ്ചിനീയർക്ക് കിട്ടേണ്ട
ഏറ്റവും വലിയ പോസ്റ്റ്, മോസ്റ്റ് റെപ്യൂട്ടഡ് പോസ്റ്റാണ് നിങ്ങളുടെ 21ാമത്തെ വയസ്സിൽ കിട്ടുന്നത്. അതിനായിട്ട് ശരിക്കും നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കുക തന്നെ വേണം. ശരിക്കും ഞാനിത് പറയാൻ കാരണം, നേരത്തെ തന്നെ സീറോ ടു ഇൻഫിനിറ്റിയിൽ ഒരു ബാച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇവിടുത്തെ ബിടെക് സബ്ജക്റ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് വളരെ ലളിതമായി പഠിപ്പിക്കുന്നുണ്ട്. എക്സാമിന് 1-2 ആഴ്ച നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരിക്കും. അതായത് ഏത് എൻജിനീയറിംഗ് സബ്ജക്റ്റും 2-3 ദിവസം കൊണ്ട് ഫുൾ മാർക്ക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മുടെ ബിടെക് അസിസ്റ്റൻസ് നമ്മൾ സീറോ ടു ഇൻഫിനിറ്റിയിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് ഒരു സെമസ്റ്ററിൽ ബാക്കി നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടുമ്പോൾ അതിലേക്ക് നിങ്ങൾ ഇൻറ്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഇതെല്ലാം നടത്തുന്നതിലൂടെ ഒരു എംപ്ലോയബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 4 വർഷത്തെ ആ ഫ്ലോയിൽ നിങ്ങൾ വെറുതെ ഒന്ന് നിന്ന് കൊടുത്താൽ മതിയായിരിക്കും. 4ാം വർഷം ചിലപ്പോൾ 3-4 ജോബ് കിട്ടിയിട്ടായിരിക്കും അതിൽ ഏതിലേക്ക് പോകണമെന്ന കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ 4ാം വർഷം ഉണ്ടാകുന്നത്. അതൊരു പാർട്ടായിട്ട് വളരെ സിമ്പിളായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ശരിക്കും എൻജിനീയറിംഗ് സർവീസ് പോലത്തെ ഈ എക്സാമിനേഷൻ കിട്ടാനായിട്ട് നിങ്ങളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടുക തന്നെ ചെയ്യണം. അത്രേ ആത്മാർത്ഥമായിട്ട് ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഉള്ളൂ ഇതിലൊരു നല്ല റാങ്ക് മേടിക്കാൻ കഴിയുകയുള്ളൂ. പല എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും ഒരിക്കലും ഡിസൈനിലോ എക്സിക്യൂഷനിലോ ടെക്നിക്കൽ ഏരിയയിലോ ഒന്നും ആവില്ല സന്തോഷവും ജീവിത വിജയം കണ്ടെത്തുന്നത്. അവർക്ക് ഒരുപക്ഷെ താല്പര്യം അവരൊക്കെ ജന്മസിദ്ധമായിട്ട് ഓൺട്രപ്രണേഴ്സും മാനേജേഴ്സും ഒക്കെ ആയതിനാൽ ബിസിനസ്സിലാവാം, അഡ്മിനിസ്ട്രേഷനിലാവാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലാവാം, ഫിനാൻസിലും മാർക്കറ്റിങ്ങിലും ഒക്കെ ആവാം. അങ്ങനെയുള്ളവർ പഠിക്കേണ്ടത് ഗേറ്റ് അല്ല, പോവേണ്ടത് MTech ചെയ്യാൻ IIT-യിലും അല്ല, അവർ പോവേണ്ടത് MBA ചെയ്യാൻ IIM-കളിലാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികൾ ഏറ്റവും മികച്ചവരെ തേടി ഏറ്റവും മികച്ച പാക്കേജുമായി എത്തുന്ന ഭൂമിയിലെ സ്വർഗമാണ് IIM-കൾ. IIM അഹമ്മദാബാദ്, ലക്നൗ, കൊൽക്കത്ത, കാലിക്കറ്റ് പോലെയുള്ള സ്വപ്ന സ്വർഗ ക്യാമ്പസുകളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ എംസിഗ്മ നടത്തുന്ന CAT ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ മുഖ്യശില്പി ശ്രീമതി സീതാ രാജാണ്. നമുക്ക് മേഡത്തിനെ ഒന്ന് പോയി കണ്ട ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഹലോ എവ്രിവൺ. സുന്ദർ പിച്ചെ, ഇന്ദിരാ നോയി, രത്തൻ ടാറ്റ, നാരായണമൂർത്തി തുടങ്ങി പല രാജാക്കന്മാരും ഉന്നത കമ്പനികളുടെ CEO റോളിലിരുന്ന് നമ്മുടെ ലോകത്തെ തന്നെ അടക്കി ഭരിക്കുന്ന നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പലരും കാണാത്തത് ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കോമൺ ഫാക്ടറാണ്. ഡു യു നോ വാട്ട് ഇറ്റ് ഇസ്? യെസ്, ഹൈ ലെവൽ സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജി, അത് BTech + MBA എന്നൊരു യുണീക്ക് കോമ്പിനേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ CEOസിൻ്റെ ഒക്കെ വിജയഗാഥയിൽ ഈ ഒരു സ്ട്രാറ്റജിയാണ് ഉള്ളത്. BTech പഠനത്തിനോടൊപ്പം തന്നെ എംസിഗ്മയിലൂടെ നിങ്ങൾക്കും ആ ഒരു റൂട്ടിലെത്താം. CAT വഴി IIM-ലെത്താൻ വലിയൊരു കോമ്പറ്റീഷൻ തന്നെ നേരിടണം. പക്ഷേ എംസിഗ്മ ഒരുക്കുന്ന ചില സ്ട്രാറ്റജീസ് നിങ്ങളെ ആ മത്സരത്തിൽ ഒരുപാട് മുന്നിലെത്തിക്കും. എംസിഗ്മയിലെ CAT ക്ലാസ്സസ് മറ്റ് ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ പോലെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചല്ല, മറിച്ച് എൻജിനീയേഴ്സിന് വേണ്ടി ടോപ്പ് ലെവൽ എൻജിനീയേഴ്സ് തന്നെ ഡിസൈൻ ചെയ്തതാണ്. അതും നിങ്ങളുടെ എൻജിനീയറിംഗ് കരിക്കുലത്തെ ഒട്ടും ബാധിക്കാതെ, എന്നാൽ പല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ ദിസ് കോഴ്സ് ഇസ് മെറ്റിക്കുലസ്ലി ഡിസൈൻഡ്. ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ ഭാഗമായി എംസിഗ്മയോടൊപ്പം 3-4 വർഷം പഠിക്കുന്നവർക്ക് സെക്കൻഡ് ഇയറിലും 3rd ഇയറിലും 4th ഇയറിലും തുടർച്ചയായി തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് എക്സാംസ്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, മെൻറ്റർഷിപ്പ് അസിസ്റ്റൻസ് എന്നിങ്ങനെയുള്ളതെല്ലാം തന്നെ ലഭിക്കുന്നു. അവസാന നിമിഷം ഓവർനൈറ്റിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ ആപ്റ്റിറ്റ്യൂഡ്, ലാംഗ്വേജ് സ്കിൽസ് മുതലായവ. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ കോച്ചിങ് പോലെയല്ല, ഈ സ്കിൽസൊക്കെ പഠിക്കേണ്ട രീതിയിൽ തന്നെ ഘട്ടം ഘട്ടമായി, അതായത് പിന്നീട് നഷ്ടപ്പെട്ടു പോകാത്ത തരത്തിൽ ഉറച്ച സ്കിൽസായി തന്നെ നിങ്ങളിൽ ബിൽഡ് ചെയ്തെടുക്കുന്നു. CAT എക്സാംസിന് വേണ്ടി ഇംഗ്ലീഷും ആപ്റ്റിറ്റ്യൂഡും പഠിക്കുന്നവർക്ക് 1000 അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടും. CAT കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് സ്ക്രീനിങ് പരീക്ഷകളിൽ മുന്നിലെത്താം എന്നത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ എബ്രോഡ് പ്ലാനുകളിലെ ഹേർഡിൽസ് ആയ GRE, TOEFL, IELTS തുടങ്ങിയ ലാംഗ്വേജ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള സാധ്യതകളും വർദ്ധിപ്പിക്കുന്നു. ഇനി ഗേറ്റ് ആണോ CAT ആണോ ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന് സംശയിക്കുന്നവർക്ക് വിത്ത് AI assistance using the most effective aptitude analysis we strategize your career in the best way suitable for you. നിങ്ങളുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, AIക്ക് അത് ഉണ്ടാവില്ല. ബിയോണ്ട് ഓൾ
our CAT faculties will be only the top 100 percentilers and IIM graduates. What more needed? Join our Zero to Infinity batch, find your best route and build your future. സീറോ ടു ഇൻഫിനിറ്റി പ്രോഗ്രാമിൽ എം സിഗ്മ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഞാൻ ഇങ്ങനെ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ രാത്രി പുലർന്നാലും അത് അവസാനിച്ചൊന്നും വരില്ല. എന്നിരുന്നാലും എം സിഗ്മ ഓഫർ ചെയ്യുന്ന അനേകായിരം അത്ഭുതങ്ങളുടെ ശ്രേണിയിലെ ഒരു മേജർ ഗെയിം ചേഞ്ചർ കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ മടങ്ങാം. ആ കോഴ്സിന്റെ പേരാണ് എഡ്ജ്. അപൂർവമായിട്ടാണെങ്കിലും നമ്മുടെ നാട്ടില് പത്രങ്ങളിലും ന്യൂസ് ചാനലിലും ഒക്കെ നമ്മൾ പറഞ്ഞും കേട്ടും ഒക്കെ അറിയാറുണ്ട്. വെറും 19, 20, 21 വയസ്സുള്ള കുട്ടികളൊക്കെ ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് പോലത്തെ കമ്പനികളിൽ വലിയ 2 കോടി 4 കോടി രൂപയുടെയൊക്കെ പ്ലേസ്മെന്റും പാക്കേജും ഒക്കെ കിട്ടുന്ന കഥകൾ, കൊതിപ്പിക്കുന്ന കഥകൾ. പക്ഷേ ഇത്തരം റെയർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് വളരെ അപൂർവം കോളേജുകളിലെ വളരെ അപൂർവം സ്റ്റുഡൻസിന് മാത്രമാണ് യൂഷ്വലി. പക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ആ പ്ലാറ്റ്ഫോമിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നൊരു വലിയ കാര്യമാണ് എഡ്ജ് എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എഡ്ജ് എന്നാൽ എഡ്യൂക്കേറ്റിംഗ് ഫോർ ഡൈനാമിക് ഗ്രോത്ത് ആൻഡ് എംപ്ലോയബിലിറ്റി എന്നാണ്. ഇവിടെ ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയെന്ന് തുടങ്ങി പേറ്റന്റ് നേടുന്നത് എങ്ങനെയെന്ന് വരെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു ചെറുമഴ പെയ്യുമ്പോൾ കൂട്ടിലൊളിക്കുന്ന ചെറുപക്ഷിയാവണോ, അതോ മഴയ്ക്കും മേലെ മേഘങ്ങൾക്കും മേലെ ഉയർന്നു പറക്കുന്ന ഗരുഡനാവണോ? മഴ പെയ്യട്ടെ, ഇടിവെട്ടട്ടെ, ഇടിമിന്നൽ വരട്ടെ, നമുക്ക് അതുക്കും മേലെ കൂടുകൂട്ടാം. ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഞാൻ മനു. നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട് കാണുമല്ലോ. നമ്മുടെ സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിലെ കോഴ്സുകളെ പറ്റിയെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞ്. എന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെ മനസ്സിലൊരു ഡൗട്ട് കാണും, ഈ കോഴ്സുകളെല്ലാം കൂടെ ഞാൻ 4 വർഷം എങ്ങനെ പഠിക്കും? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരു കോഴ്സല്ല, 1000 കോഴ്സിൻ്റെ സംഗമമാണെന്ന്. ഈ കോഴ്സുകളെല്ലാം കൂടെ ഞാൻ എങ്ങനെയാണ് സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിൽ പഠിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കോഴ്സുകളെ കുറിച്ചെല്ലാം കേട്ടിട്ട് മൊത്തത്തിൽ എന്താണ് പറയുന്നത്, ഒരു മിസ്റ്ററി പോലായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നത്. എന്നാൽ ഞാനിപ്പം വന്നിരിക്കുന്നത് എങ്ങനെയാണ് 4 വർഷം നിങ്ങൾ ഈ കോഴ്സുകളിലൂടെ പോകേണ്ടത്, അല്ലെങ്കിൽ സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിൻ്റെ ഒരു സ്ട്രക്ചർ പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പല കുട്ടികളും നമ്മളോട് ചോദിക്കലുണ്ട്, ഇതെന്താണ് ബിടെക്കിൻ്റെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതാണോ, പേപ്പർ ട്യൂഷനാണോ എന്ന്. ആക്ച്വലി ബിടെക്കിൻ്റെ പേപ്പർ പഠിപ്പിക്കലും ഇതിനകത്തുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ സിനിമയിൽ മറ്റേ ലാല് പറയല്ലേ, 10ാം ക്ലാസ് പാസ്സായാലല്ലേ ഡിഗ്രിക്ക് പോകാൻ പറ്റുമെന്ന്. പക്ഷേ ഒരു എഞ്ചിനീയറിംഗ് കുട്ടി, ഇന്നത്തെ ഒരു എഞ്ചിനീയറിംഗിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എഞ്ചിനീയറിംഗ് കുട്ടി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഒന്നേ അവന് സപ്ലിമെൻ്ററി ആവും, അല്ലെങ്കിൽ അവനൊരു സബ്ജക്റ്റ് പാടായിട്ട് തോന്നിയാൽ പിന്നെ അവൻ്റെ ശ്രദ്ധ മുഴുവൻ എങ്ങനെയെങ്കിലും ഈ പേപ്പറുകളൊന്നും സപ്ലി ആകാതെ ബിടെക് ഒന്ന് പാസ്സാകണമെന്നാണ്. അവൻ കഷ്ടപ്പെട്ട സമയം മുഴുവൻ അതിനെ സ്പെൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അവൻ പാസ്സായിട്ട് നല്ല പെർസെൻറ്റേജോട് കൂടിയിട്ട് ഇറങ്ങും. പക്ഷെ അങ്ങനെ ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരു ജോലി കിട്ടുകയില്ല, അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റിയെ പറ്റി അവന് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ഈ പറയുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം വെറുതെ പേപ്പറുകൾ പാസ്സാകുന്ന ഒരാളെ അല്ല കമ്പനികൾക്ക് വേണ്ടത്. നമ്മുടെ എന്താണ് പറയുന്നത്, ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് നമ്മുടെ സ്കില്ല് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്ത് അപ്സ്കില്ല് ചെയ്തിട്ടുള്ള സ്കിൽഡ് ആൾക്കാരെയാണ് ഇൻഡസ്ട്രിക്ക് ആവശ്യം. ഇന്നത്തെ എൻജിനീയറിംഗ് മേഖല മുഴുവൻ തകരാനുള്ളതിന് മെയിൻ കാരണം ഇതാണ്. എല്ലാവർക്കും ഒരു ശ്രദ്ധയുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് എൻജിനീയറിംഗ് പേപ്പർ പഠിക്കണമെന്ന്. അല്ലെങ്കിൽ ബിടെക്കിൻ്റെ ഈ സബ്ജക്റ്റിനെ പേടിയാണ് സത്യത്തിൽ. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് മുഴുവൻ സമയം അവർ ഈ എൻജിനീയറിംഗ് പേപ്പർ പഠിക്കാനാണ് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ അവർക്ക് എവിടാണ് അപ്സ്കില്ലിങ്ങിനുള്ള ടൈം കിട്ടുന്നത്? അവിടാണ് സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ശരിക്ക് ഈ പറയുന്ന എൻജിനീയറിംഗ് മേഖലയിലുണ്ടായ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരുപാട് വിഷണറീസ് അല്ല, ഒരുപാട് ആൾക്കാർ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ ആർക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ ഒരു കോഴ്സ്, എൻജിനീയറിങ്ങിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ്
എം സിഗ്മ ഗോകുലം 0 to Infinity എന്ന പേരിൽ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഇനി ഈ കോഴ്സിൽ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും ഒരു ബിടെക് പഠനം മാത്രമല്ല, 4 വർഷത്തെ ഒരു കോഴ്സാണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി ഫസ്റ്റ് ഇയറിലായിരിക്കും നിങ്ങൾ ഈ 0 to Infinity ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്. നിങ്ങളെ 4 വർഷം നമ്മളൊരു ജേണിയിലേക്ക് കൊണ്ടുപോവാണ്. 0 to Infinity. അതായത് എൻജിനീയറിങ്ങിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അനന്ത സാധ്യതകളിൽ വരെ നിങ്ങളെ എത്തിക്കത്തക്ക രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറേ നേരമായി ഞാൻ പറയുന്നു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാൻ ആഗ്രഹം കാണും ഇതെങ്ങനെയാണെന്ന്. ഞാൻ ആ കോഴ്സ് സ്ട്രക്ചർ നിങ്ങളോട് പറയാൻ പോവാണ്. ഓഫ് കോഴ്സ് 0 to Infinityയിൽ എല്ലാ സെമസ്റ്ററിലെയും ബിടെക് പേപ്പറും അതിൻ്റെ ഇൻറ്റേർണൽ എക്സാംസിൻ്റെ ട്രെയിനിങ്ങും അതോടുകൂടി തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതിന് മുമ്പ് നമ്മളൊരു മോഡൽ എക്സാമും നടത്തിയിട്ട് നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാമിനേക്ക് വിടത്തുള്ളൂ. ഞാൻ ഈ ബിടെക് പേപ്പറിനെ അധികം സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർമാരെയാണ് ഞാൻ അണിനിരത്തിയേക്കുന്നത്. ഇൻഡസ്ട്രി നോളജും സബ്ജക്റ്റിൽ അത്രമാത്രം നോളജും എന്നാൽ ലളിതമായി പഠിപ്പിക്കുന്ന ഈ ടീച്ചർമാരുള്ളിടത്തോളം കാലം നിങ്ങൾ ബിടെക് പേപ്പർ പഠിക്കുന്നതിനെയോ സപ്ലിയെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും വേണ്ട. ഇനി എൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചുമ്മാ തിരിഞ്ഞിരുന്ന് എഴുതിയാൽ മതിയായിരിക്കും, യൂണിവേഴ്സിറ്റി പാസ്സായിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലളിതമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ 6 മാസത്തിൽ ഒരു 2 മാസം മതിയായിരിക്കും നമ്മുടെ ബിടെക് സ്റ്റഡീസിന്. ബാക്കി 4 മാസം ഉള്ളും ഇൻഡസ്ട്രിക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ല ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽ ഡെവലപ്മെൻറ്റിനായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പറയുന്ന ബിടെക്കിൻ്റെ പേപ്പർ എല്ലാ സെമസ്റ്ററിലും ഉണ്ടായിരിക്കും. പിന്നീട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വർഷം നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ്, ഇൻ്റർവ്യൂ ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കോഡിങ്, ഇത്രയും കാര്യം. ഇതൊന്നും ഈ പറയുന്ന കോഡിങ് കാര്യങ്ങളൊന്നും നമുക്ക് ഒരു 6 മാസം കൊണ്ട് പഠിക്കേണ്ടതല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാ വർഷവും കാണും. 4 വർഷവും നിങ്ങളെ കൊണ്ടുപോകും. അതിനകത്ത് കോഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കോഡിങ് എന്തെങ്കിലും ഒരു ചെറിയ എന്താണ്, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ പൈത്തൺ പഠിക്കാനുണ്ട്. ആ പൈത്തൺ പഠിച്ചുകൊണ്ട് നിങ്ങളൊരു ഇൻഡസ്ട്രിയിലേക്ക് ജോലി ചെയ്യത്തക്ക രീതിയിലാകുകയല്ല. എന്നാൽ നമ്മുടെ ഈ കോഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ 4 വർഷം പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി റെഡി സ്കിൽ ഉണ്ടാവുകയാണ്. ഇൻഡസ്ട്രി റെഡി സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാൻ പാകത്തിന് നിങ്ങളെ ഈ കോഡിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യലാണ്. അപ്പോൾ ഈ പറയുന്ന സ്കില്ലുകളെല്ലാം നിങ്ങൾക്ക് 4 വർഷവും കണ്ടിന്യൂസ് ആയിട്ട്, കാരണം ബിടെക് പഠിക്കാൻ നമുക്ക് കുറച്ച് സമയം മതി, ബാക്കി എല്ലാ സമയവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിലായിരിക്കും. പിന്നീട് തന്നെ അറിയാം, ഇന്നത്തെ എൻജിനീയറിംഗ് മേഖല ശരിക്കും 6 ലക്ഷത്തോളം സീറ്റുകളാണ് നമുക്ക് ഇല്ലാതായത്. ഈ ഒരു പ്രശ്നം പഠിച്ചിട്ടുള്ള പല എൻജിനീയറിംഗ് വിഷനറീസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്കിപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ഇല്ല, ഇൻറ്റേൺഷിപ്പ് ഇല്ല എന്ന്. ഈ പറയുന്ന ഇൻറ്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, അല്ലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അറിയാം. 4-ാം വർഷം ഒരു പ്ലേസ്മെൻറ്റ് കോളേജിൽ വന്നെന്നറിയുമ്പോഴത്തേന് ഏതാണ് കമ്പനി, എന്താണ് കമ്പനി, അതിനുള്ളിൽ ചെയ്യേണ്ടത് ഏത് വർക്കാണെന്ന് പോലും നോക്കില്ല. ഒരു പ്ലേസ്മെൻറ്റ് കമ്പനി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഓടി അങ്ങ് പോവുകയാണ്. അതേത് ഫീൽഡാണെന്ന് പോലും നോക്കുകയല്ല. കാരണം എന്താ, ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയില്ല. ഇവിടാണ് 0 to Infinityയിൽ നമ്മൾ അടുത്ത പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും എല്ലാ സെമസ്റ്ററിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ ഇൻഡസ്ട്രിയൽ വിസിറ്റും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അതായത് നിങ്ങൾ ശരിക്കും ഫൈനൽ ഇയർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഇൻഡസ്ട്രി എന്താണെന്നും ഇൻഡസ്ട്രിയിൽ ചെയ്യേണ്ട വർക്കുകൾ എന്താണെന്നും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കും. ഫൈനൽ ഇയറിൽ ഒരു പ്ലേസ്മെൻറ്റിന് നമ്മുടെ കുട്ടികൾക്ക് പറയാൻ സാധിച്ചിരിക്കണം, ആ പ്ലേസ്മെൻറ്റിന് ഞാൻ പോകുന്നില്ല, ബിക്കോസ് അതെൻ്റെ പാഷനിലുള്ള ജോബല്ല, സർവീസ് അല്ല ആ കമ്പനിയിലുള്ളതെന്ന്. ആ ഒരു തരത്തിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കലാണിത്. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ 4 വർഷം കൊണ്ടാണ് നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നല്ല, എം സിഗ്മ ഗോകുലം 0 to Infinity ബാച്ചിലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് എഡ്ജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഫോർ ഡൈനാമിക് ഗ്രോത്ത് ആൻഡ് എംപ്ലോയബിലിറ്റി. ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഈ വലിയ വലിയ കമ്പനികൾ ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ഇവരൊക്കെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അവരൊക്കെ ക്യാമ്പസ്, ഇവരല്ല കേരളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഒരു തവണ മറ്റോ ആണ് CET വന്നിട്ടുള്ളത്. അല്ലാതെ ഈ കമ്പനികൾ ആരും നമ്മുടെ ഈ കോളേജുകളിലൊന്നും വരികയില്ല.
അവരെങ്ങനെയാണ് ആളെ എടുക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ എന്താണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ശരിക്കും നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് 50 ലക്ഷം രൂപ സാലറി, 1 കോടി രൂപ സാലറി. ഈ പറയുന്ന ഒരു കോൾകോം പോലുള്ളൊരു കമ്പനി അല്ലെങ്കിൽ കെയ്ഡൻസ് പോലുള്ള ഇത്രയും വലിയ വലിയ കമ്പനികൾ വന്നിട്ട് അവരുടെ മിനിമം പാക്കേജ് എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് കുട്ടി എടുക്കുന്ന 40 ലക്ഷം 50 ലക്ഷം രൂപയാണ്. അവരെങ്ങനെയാണ് ഈ പറയുന്ന കുട്ടികളെ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഒരിക്കലും അവർ വന്നിട്ട് ഒരു റെസ്യൂമിൽ അല്ലെ വിദേശത്ത് തന്നെ പല എന്താണ് പറയുന്നത് വലിയ വലിയ കമ്പനികളുണ്ട്, AI ബേസ്ഡ് കമ്പനികളൊക്കെ. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപ വരെ ഈ പറയുന്ന സാലറി കൊടുക്കലുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ആളെ എടുക്കുന്നത്? നമ്മുടെ ഒരു റെസ്യൂം നോക്കുമ്പോൾ 100% മാർക്കുണ്ട്, അങ്ങനെ എന്നാണോ? ഒരിക്കലുമല്ല. ഒരു ബിടെക് കുട്ടിയുടെ റെസ്യൂം എടുക്കുമ്പോൾ തന്നെ, ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനൊരു 10 ജേണല്, അതിൽ തന്നെ ഒരു 5-6 പേപ്പർ അവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 3 പേപ്പറിന് പേറ്റൻ്റ് ഉണ്ട്. ഇങ്ങനെ കാണുന്ന ഒരു റെസ്യൂമിനെയാണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ വലിയ കമ്പനികൾ പറയും എന്നാൽ അവനെ നമുക്കൊന്ന് ഇൻ്റർവ്യൂ എടുക്കാമെന്ന്. അല്ലാതെ ബിടെക് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് 100 മാർക്ക് മേടിക്കുന്ന ഒരാളെ അല്ല ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ എടുക്കുന്നത്. ഇതൊരു വലിയ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഈ സ്കിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ എഡ്ജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ എഡ്ജ് പ്രോഗ്രാമിൽ നമ്മൾ 4 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 കൊളാബറേഷൻ വിത്ത് ഫോറിൻ യൂണിവേഴ്സിറ്റി, 2 ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ, 3 എങ്ങനെ പേപ്പർ പബ്ലിഷ് ചെയ്യാം, അതിനെങ്ങനെ പേറ്റൻ്റ് എടുക്കാം, 4 വെച്ച് കഴിഞ്ഞാൽ കൊളാബറേഷൻ വിത്ത് ഇൻഡസ്ട്രി ആൻഡ് NGOs. ഈ NGOസുമായിട്ടൊക്കെ കൊളാബറേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി കൊളാബറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 3rd ഇയറൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യലുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, കാശ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് പോയി വെളിയിൽ നിന്ന് മേടിക്കും, അത് നേരെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിക്കും, എന്നിട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയും. ഈ കൊളാബറേഷൻ വിത്ത് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, NIT സുരത്കലിൽ കെയ്ഡൻസ് എന്ന് പറയുന്ന കമ്പനി വന്നിട്ട് ഫൈനൽ ഇയറിൽ കുട്ടികൾക്ക് ഈ പ്രോജക്റ്റ് കൊടുക്കലുണ്ട്. 6 മാസമാണ്. അവരുടെ ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഒരു പാർട്ടായിരിക്കും കൊടുക്കുന്നത്. അത് ചെയ്യുന്ന കുട്ടിക്ക് ഓരോ മാസവും 60,000 60,000 രൂപ സ്റ്റൈബൻറ്റും കൊടുക്കും. നമ്മളെങ്ങനെയാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചറിയാം. 20,000 രൂപ കൊണ്ട് അങ്ങോട്ടൊരു പ്രോജക്റ്റ് സെൻറ്ററിന് കൊടുത്തിട്ട് അവിടുന്ന് പ്രോജക്റ്റ് മേടിച്ചിട്ടായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്താണ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉള്ളിടത്ത് 1 മാസം 60,000 കുട്ടിക്ക് ഇങ്ങോട്ട് ശമ്പളമല്ലേ സ്റ്റൈബൻ്റായിട്ട് കിട്ടിയിട്ട് പ്രോജക്റ്റ് ചെയ്യുന്നത്. കൊളാബറേഷൻ വിത്ത് ഈ പറയുന്ന ഏതാണ് ഇൻഡസ്ട്രീസ്, കൊളാബറേഷൻ വിത്ത് NGOs എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ NGOസിന് ശരിക്കും അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് തന്നെ അറിയാം, വയനാടിൽ ലാസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേന് ഒരുപാട് പേര് തുണികളും കാര്യങ്ങളും ഒക്കെ കയറ്റി അയച്ച്. എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളും കുറേ പിരിവെടുത്ത് തുണികൾ അയച്ചിട്ട്, അത് മോശം കാര്യമൊന്നുമല്ല. എന്നാലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ തുണികൾ അയച്ചു കൊടുക്കുകയല്ല എൻജിനീയേഴ്സ് ചെയ്യേണ്ടത്. ആ നാച്ചുറൽ കലാമിറ്റിക്ക് ഒരു എൻജിനീയറിംഗ് സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് NGOസുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സത്യത്തിൽ ഈ എഡ്ജ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു റിസർച്ചിലേക്ക് അല്ലെ പേപ്പർ പബ്ലിഷ് ചെയ്ത് പേറ്റൻറ്റ്, അതായത് നിങ്ങൾ ഫൈനൽ ഇയർ എത്തുമ്പോൾ നിങ്ങളുടെ റെസ്യൂമിൽ ഞാൻ എന്താണ് പറയുന്നത്, സ്പോർട്സിലുണ്ടായിരുന്നു, ഗെയിംസിലുണ്ടായിരുന്നു, ആർട്സ് ക്ലബ്ബിലുണ്ടായിരുന്നു, ഡാൻസ് കളിച്ച് ഫസ്റ്റ് കിട്ടി, ക്വിസ് കോമ്പറ്റീഷന് കിട്ടി എന്നല്ല നിങ്ങളുടെ റെസ്യൂമിൽ വേണ്ടത്. അല്ലെ എനിക്ക് 90% മാർക്ക് കിട്ടിയെന്ന് മാത്രമല്ല വേണ്ടത്. നിങ്ങളുടെ ഫൈനൽ റെസ്യൂമിൽ നിങ്ങൾ ഈ പറയുന്ന പെർസെൻറ്റേജ് ഒന്നും എഴുതിയില്ലെങ്കിലും സാരമില്ല, എനിക്കൊരു 10 ജേണലുണ്ട്, അതിൽ തന്നെ ഉണ്ടല്ലോ ഈ പറയുന്ന ഒരു 10 പേപ്പർ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ ഒരു 3 എണ്ണത്തിന് എനിക്ക് പേറ്റൻ്റ് ഉണ്ടെന്ന് എഴുതി വെച്ചാൽ മതിയായിരിക്കും. വലിയ വലിയ കമ്പനികൾ നിങ്ങളെ ശരിക്കും എന്താണ് പറഞ്ഞു വെച്ചാൽ ഈ പറയല്ലേ തമാശയ്ക്ക് പറയല്ലേ പൊക്കിക്കൊണ്ട് പോകുന്നു, ആ ഒരു അവസ്ഥയിൽ എത്തിക്കലാണ്, അവസ്ഥ എന്നല്ല പറയേണ്ടത്, ആ ഒരു അത്ഭുതകരമായ നിമിഷത്തിൽ എത്തിക്കലാണ് എഡ്ജ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. പിന്നെ രണ്ടാമതൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോഴും നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം ഏതെങ്കിലും കോളേജിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് വന്നിട്ടുണ്ടോ? ഇതെല്ലാം ഈ പറയുന്ന ലോകത്തിൽ ഇത്ര വലിയ വലിയ കമ്പനികളൊന്നും ഒരിക്കലും ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനല്ല വരുന്നത്. ശരിക്കും ഒരുപാട് പറയുന്ന ഹാക്കർ എർത്ത് അല്ലെങ്കിൽ ലീഡ് കോഡ് എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അതായത് ശരിക്ക്
ഒരു 5-6 ശരിക്കും പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ എഡ്ജ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ലീഡ് കോഡ് പോലുള്ളിടത്ത്. ഈ ലീഡ് കോഡിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കോഡിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ പ്രോബ്ലംസ് അവരതിനകത്ത് ഇട്ടിരിക്കും. നമ്മൾ ആ ലീഡ് കോഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് കയറിയിട്ട് ഈ പറയുന്ന കോഡിങ്ങിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഹാക്കർക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ചില കോമ്പറ്റീഷൻസ് നടക്കുന്നതാണ്. ചില ഈ കോഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമിനേഷൻ നടക്കുന്നുണ്ട്, കോമ്പറ്റീഷൻസ് നടക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞിട്ട് അവരൊരു കോഡിനകത്തുള്ള പ്രശ്നങ്ങൾ ഇടുക, നമ്മൾ സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നവരെയാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ ജോബിനെടുക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളോട്, അല്ലെ ഫൈനൽ ഇയർ പഠിച്ചിറങ്ങുന്ന കുട്ടികളോട്, അല്ലെ ഇനി എന്താണ് പറഞ്ഞാൽ 4 വർഷം മുമ്പ് ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അവർ കേട്ടിട്ട് പോലും ഉണ്ടാകുകയില്ല. ശരിക്കും സിംപിളി നമ്മൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും എല്ലാം ചെയ്യാന്നല്ല. നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് എന്താണോ പാഷൻ, നിങ്ങൾ ആ ജോബാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്ത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അവന്യൂസും എല്ലാ ഓപ്പർച്യൂണിറ്റീസും അറിഞ്ഞിട്ട് വേണം എനിക്ക് എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കാനായിട്ട്. അതായത് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0 to Infinity ബാച്ചിൽ നിങ്ങൾക്ക് എല്ലാ പേപ്പറുകളും, എൻജിനീയറിങ്ങിന് വേണ്ട എല്ലാ പേപ്പറുകളും നമ്മൾ പാസ്സാക്കും. അതിലൊരു കാര്യം ഓർത്തണം, അത് നമുക്കൊരു 10% വെയിറ്റേജ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളെല്ലാ പേപ്പറും പഠിക്കും. അതിനുശേഷം 4 വർഷം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ല്, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ട്രെയിനിങ്, നിങ്ങളുടെ കോഡിങ് സ്കില്ല്, പിന്നെ എഡ്ജ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ്, പിന്നെ ഇൻറ്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് 4-ാം വർഷം നിങ്ങളൊരു ബെസ്റ്റ് സ്കില്ലുള്ള എൻജിനീയറാക്കി മാറ്റിയതിന് ശേഷം ഫൈനൽ ഇയറിൽ എംസിഗ്മ ഗോകുലത്തിൽ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ടാവും. അതായത് നമുക്കൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ബിൽഡിംഗ് ഉണ്ട്. ഈ സ്കിൽഡ് ആക്കിയെടുത്ത നിങ്ങളെ ആ പ്ലേസ്മെൻറ്റ് ക്യാമ്പസിൽ ഇരുത്തിയാൽ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് കമ്പനികൾ ഇവിടെ വന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്തതിനും ശേഷം മാത്രമേ മറ്റു കോളേജുകളിലേക്ക് പോലും ഈ കമ്പനികൾ പോകത്തുള്ളൂ. ആ രീതിയിലുള്ള ഒരു എൻജിനീയറിങ്ങിൻ്റെ എംപവർമെൻ്റ്, അല്ലെ സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയറെ ഉണ്ടാക്കിയെടുക്കലാണ് 0 to Infinity ബാച്ചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ടെസ്ല പോലത്തെ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെങ്ങും ഒരു പ്ലേസ്മെൻറ്റിനെ വന്നിട്ടില്ല. കാരണം അവർക്കൊക്കെ വേണ്ടത് അത്ര സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിനെയാണ്. സത്യം പറയല്ലോ, ഇത് ടെസ്ല വരുമെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം പറയാം, നമ്മുടെ 0 to Infinity ബാച്ചിലെ 4 വർഷത്തിലെ പ്രോസസ്സിലൂടെ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഏറ്റവും സ്കില്ലുള്ള ബെസ്റ്റ് എൻജിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ ഇരുത്തിയാൽ ടെസ്ല വരെ ഇവിടെ വരണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. ആ അച്ചീവ്മെൻറ്റിലേക്ക് നമ്മളെത്തും. അതായത് 0 to Infinity ബാച്ചിൽ നിങ്ങൾ 4 വർഷം ഈ ജേണിയിലൂടെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ എഡ്ജ് കോഴ്സ് വഴി ഈ ഗൂഗിൾ പോലൊരു വലിയ ജോബാണ് കിട്ടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ 4 വർഷം നിങ്ങൾക്ക് കുറേ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതിനകത്തൊരു കാര്യമാണ്, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഈ 3 വർഷം കോഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും വേണേൽ ജോലികൾ കിട്ടാം. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, എൻജിനീയറിങ് മുഴുവൻ പഠിച്ചിട്ട് ജോലി കിട്ടാതിരുന്നിട്ട് ഈ കോഡിങ്ങിന് വേണ്ടി മാത്രം 50,000 രൂപ കൊടുത്ത് കോഴ്സിന് പോയിട്ട് ആ കോഡിങ് പഠിച്ച് ജോലി കിട്ടുന്നവരുണ്ട്. ശരിക്കും നമ്മുടെ 0 to Infinity ബാച്ചിൽ ഒരു ചെറിയ പ്രോഗ്രാമാണ് ഈ കോഡിംഗ് എന്ന് പറയുന്നത്. ഈ കോഡിങ് നിങ്ങൾ 3 വർഷം കൊണ്ട് ഇൻഡസ്ട്രി റെഡി സ്കിൽ ഉണ്ടാക്കുവാണ്. അപ്പോൾ അതുവഴിയും ചിലപ്പോൾ നിങ്ങൾക്ക് 2-3 ജോബുകൾ കിട്ടാം. ഗൂഗിൾ പോലൊരു വലിയ ജോബ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പൊക്കോളൂ. 4 വർഷത്തെ നമ്മുടെ ജേണിയിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ്, അല്ലെ ലോകത്തിലെ ബെസ്റ്റ് ഒരു കമ്പനി ജോബ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ചൂസ് ചെയ്യണം. പക്ഷേ നമ്മുടെ ഈ പറയുന്ന കോഡിങ്ങിലൂടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയുന്നത്, ഇൻഫോസിസ്, UST ഗ്ലോബൽ പോലുള്ള ഈ സോഫ്റ്റ്വെയർ ഫേമിൽ നമുക്ക് ജോബ് കിട്ടാം. സത്യത്തിൽ അങ്ങനെ ഒന്ന് കിട്ടുവാണെങ്കിൽ ആ ട്രാപ്പിലും നിങ്ങൾക്കത് ഇഷ്ടമാണ്, ഡെഫിനറ്റ്ലി ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നും അവിടെ നിർത്തരുത്. ഇതിനും മേലെയുള്ള ജോബുകളുണ്ട്. PSU, സെൻട്രൽ ഗവൺമെൻറ് PSUs എന്ന് പറയുന്നത് 21ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 20 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപ ആനുവൽ ഇൻകം കിട്ടുന്ന SPCL, ONGC പോലുള്ള മഹാരത്ന കമ്പനികളിൽ നിങ്ങൾക്ക് ജോബ് ചെയ്യാം.
അതിനായിട്ടെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിലെ മോസ്റ്റ് റെപ്യൂട്ടഡ് ജോബാണ്. അതിനായിട്ട് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനുണ്ട്. അതായത് ഗേറ്റ്, IAS, PSUs എക്സാംസ് ആൻഡ് IAS എക്സാംസ്. 0 to ഇൻഫിനിറ്റി ബാച്ചിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ ഗേറ്റ് പ്രൊവൈഡ് ചെയ്യും, ISR കോച്ചിങ് പ്രൊവൈഡ് ചെയ്യും, IAS കോച്ചിങ് പ്രൊവൈഡ് ചെയ്യും, PSUs കോച്ചിങ്ങും ടെക്നിക്കൽ എക്സാംസ് കോച്ചിങ്ങും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 0 to ഇൻഫിനിറ്റി ബാച്ചിൽ ആ 4 വർഷത്തെ ഒരു ജേണി ഉണ്ട്. ആ 4 വർഷത്തെ ജേണി നമ്മുടെ കൂടെ അങ്ങ് യാത്ര ചെയ്താൽ മതി. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ റെപ്യൂട്ടഡ് ജോബ് കിട്ടാനായിട്ട് നിങ്ങളുടെ ഒരു എക്സ്ട്രാ എഫേർട്ട്, അതായത് ഡെയിലി ഒരു 1 hour നിങ്ങൾ ഗേറ്റിൽ പഠിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഗേറ്റിന് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഗേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IITസിൽ MTech ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് PSUസിലേക്ക് ജോബിന് പോവാം. ശരിക്കും എന്തുമാത്രം PSUs ഉണ്ടെന്നറിയാമോ? അതായത് എൻജിനീയറിംഗ് പഠിച്ചിട്ട് ജോലിയില്ല എന്ന് പലരും പറയലുണ്ട്. അത് ഈ പറയുന്ന ഇൻഡസ്ട്രിയിലുള്ള PSUസിനെ പറ്റിയോ അല്ലെ ഇൻഡസ്ട്രിയെ പറ്റിയോ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഗേറ്റ് വഴി നമുക്ക് ഒന്നേൽ IIT പോകാം. IIT പോയി കഴിഞ്ഞാലുള്ള എന്തുമാത്രം പ്ലേസ്മെൻറ്റുകളാണ് അവിടെ നടക്കുന്നത് അറിയാമോ? നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കമ്പനികൾ ഈ IITസിലേ വരത്തുള്ളൂ. ഗേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള IITയിൽ MTech ചെയ്യാനൊരു അവസരമാണ്. MTech ചെയ്താൽ നിങ്ങൾ ടീച്ചർമാർ മാത്രമല്ല ആകുന്നത്. ആ MTech പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന IITസിൽ വരുന്ന കമ്പനീസ് ഉണ്ട്. നിങ്ങളൊന്ന് നോക്കണം എന്തുമാത്രം കമ്പനീസാണെന്ന്. ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കമ്പനികളായിരിക്കും. ഈ കമ്പനീസൊക്കെ നമ്മുടെ IITസിൽ മിനിമം ഒരു 40 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ആനുവലിനും കൊടുക്കുന്നത്. നിങ്ങൾ നോക്കി എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയേ. നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ കേട്ടിട്ടില്ല എന്ന് പറയാം. ഫൈനൽ ഇയർ കുട്ടികളെ ഇത് കാണിച്ചാലും അറിയാം ഇത് കണ്ടിട്ടില്ല. അടുത്ത ഞാൻ പറഞ്ഞിരുന്നു, ഗേറ്റ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് PSUസിൽ ജോബ് ചെയ്യാം. PSUസിനെ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. മഹാരത്ന കമ്പനികളൊന്നും നോക്കിയേ ഇത്രയുണ്ട്. നവരത്ന കമ്പനികൾ നോക്കിയേ. ഇനി ശരിക്കും നോക്കിയാൽ മിനിരത്ന കമ്പനികൾ എത്രമാത്രം മിനിരത്ന കമ്പനികളാണെന്ന് നോക്കിയേ. ഇതിനകത്തൊക്കെ നിങ്ങൾ HMT കേട്ടിട്ടുണ്ടായിരിക്കാം, എയർപോർട്ട് അതോറിറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം. ബാക്കി എന്തുമാത്രം കമ്പനികളാണ് കേൾക്കാനുള്ളത്. അതായത് BTech പഠിച്ചാൽ ജോലിയില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. പഠിക്കേണ്ട രീതിയിൽ ഇൻഡസ്ട്രി ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കില്ലും ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യുന്ന ഒരു എൻജിനീയർ ഉണ്ടെങ്കിൽ അവന് ഒന്നല്ല 1000 ജോബുകൾ ഉണ്ടായിരിക്കും. ഇനി ചിലർക്കെന്ന് പറഞ്ഞില്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഈ പാഷൻ അനുസരിച്ചാണ് നമുക്ക് ജോബ് പോകേണ്ടത്. എല്ലാവർക്കും ടെക്നിക്കൽ ജോബല്ല ആഗ്രഹം. ചിലർക്ക് എന്തുണ്ട് ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സ്കില്ലുണ്ട്. അങ്ങനെയുള്ളവർ പോകേണ്ടത് എന്താണ്? CAT കോച്ചിങ്ങിനാണ്. CAT കിട്ടിയിട്ട് IIMലാണ് പഠിക്കേണ്ടത്. അങ്ങനെ മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ഒരാൾക്ക് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CAT കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗേറ്റ്, IAS, ISRO, CAT എന്ന് വേണ്ട ഒരു എൻജിനീയർക്ക് വേണ്ട എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കോച്ചിങ്ങുകളും ഈ 0 to ഇൻഫിനിറ്റി ബാച്ചിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ CATന് പോകണോ ടെക്നിക്കൽ പോകണോ എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആപ്പ് മുഴുവൻ AI ബേസ്ഡ് ആണ്. നിങ്ങളുടെ കരിയർ മുഴുവൻ ശരിക്കും AI ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച്, നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന CATന് പോകണോ ഗേറ്റിന് പോകണോ എന്ന് തീരുമാനിക്കുന്നതായിരിക്കാം. അപ്പോൾ നമ്മുടെ 0 to ഇൻഫിനിറ്റി ബാച്ചിലെ 4 വർഷത്തെ ആ ജേണി ഞാനൊരു ഒറ്റ സ്ട്രെച്ചിൽ 1 മിനിറ്റിൽ നിങ്ങളോട് പറയാം. നമ്മൾ 4 വർഷവും എല്ലാ BTech പേപ്പറുകളും പഠിച്ചിരിക്കും. BTech പേപ്പറിന് നമ്മൾ വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. ബാക്കി സമയം മുഴുവൻ നമ്മൾ എന്താണ് പറയുന്നത്, അപ്സ്കില്ലിങ്ങിനായിരിക്കും. നമ്മുടെ സോഫ്റ്റ് സ്കില്ല്, കമ്മ്യൂണിക്കേഷന്, പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്, ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ്, എല്ലാം തന്നെ കോഡിങ്, എഡ്ജ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം എന്താണ് പറയുന്നത് ഓരോ വർഷം 4 വർഷം എടുത്തിട്ടാണ് നിങ്ങൾ ഇത് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് കൂടാതെ ഇൻറ്റേൺഷിപ്പും ഇൻഡസ്ട്രിയൽ വിസിറ്റും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും നിങ്ങൾക്ക് കാണും. എഡ്ജ് പ്രോസസ്സിൽ തന്നെ നിങ്ങൾ എങ്ങനെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുക, എങ്ങനെ പേറ്റൻ്റ് എടുക്കാം, ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യുക, ഇൻഡസ്ട്രി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഒരു സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയർ ആയതിനു ശേഷം അവസാന വർഷം
എം സിഗ്മയുടെ ക്യാമ്പസിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഈ ചെറിയ ഇതിലൊന്നും നിങ്ങൾ ഒതുങ്ങരുത്. ഇതിനും മേളിൽ പോകാനായിട്ട് ഗേറ്റ് IES എന്ന് വെച്ചാൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, ഒരു ഇന്ത്യൻ എഞ്ചിനീയർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ജോബാണ്. പിന്നെ ഈ പറയുന്ന PSUസിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഇത്രയും കമ്പനികൾക്കുള്ള എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ഈ എക്സാമിനേഷൻ്റെ ഒരു സൂപ്പർ സെറ്റ് എക്സാമാണ് നമ്മുടെ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്. ഗേറ്റ് എക്സാം പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 0 to Infinity ബാച്ച് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻജിനീയർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന് 4 വർഷം നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് എൻജിനീയറാക്കി പുറത്തിറങ്ങാനാണ് 0 to Infinity ബാച്ച്. ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു പ്രോഗ്രാം ആദ്യമായിട്ട് എം സിഗ്മ ഗോകുലം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്.